91ാമത്തെ നിഷ് ഓൺലൈൻ ഇന്ററാക്റ്റീവ് ഡിസബിലിറ്റി അവയർനെസ് സെമിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. മുഖ്യനീതി വകുപ്പും നിഷും സംയുക്തമായി 2015 നടത്തിവരുന്ന ഭിന്നശേഷി അവബോധ പരിപാടിയാണ് നിഡാസ്. ഭിന്നശേഷിയുള്ളവരെയും അവരുടെ മാതാപിതാക്കളെയും പരിപാലിക്കുന്നവരെയും ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും പലതരത്തിലുള്ള ഭിന്നശേഷിയെക്കുറിച്ചും അത് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും ബോധവാന്മാരാക്കാനാണ് ഈ പരിപാടി നടത്തിവരുന്നത്. ഇന്നത്തെ സൈൻ ലാംഗ്വേജ് പരിഭാഷ ഉണ്ടായിരിക്കുന്നതാണ്. ആവശ്യമുള്ള പാർട്ടിസിപ്പൻസ് സ്ക്രീനിൽ ശാന്തി PS പിൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിഷിന്റെ യൂട്യൂബ് ചാനലിൽ ലൈവ് സ്ട്രീമിംഗിലൂടെയും കാണാവുന്നതാണ്. ലൈംഗികതയും ഓക്യുപേഷണൽ തെറപ്പിയും ഭിന്നശേഷിയുള്ളവർക്കായുള്ള സമീപനങ്ങൾ എന്ന വിഷയത്തിൽ ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത് പ്രൊഫസർ ഡോക്ടർ വിനീത് ഡാനി ജോസ് ആണ്. ഈ മേഖലയിലെ സാറിന്റെ പരിചയ സമ്പത്ത് തീർച്ചയായും നമ്മുടെ ഇന്നത്തെ സെഷന് നല്ലൊരു മുതൽക്കൂട്ടാണ്. അദ്ദേഹം 25 വർഷമായി ഓക്യുപേഷണൽ തെറപ്പി രംഗത്ത് ക്ലിനീഷ്യനായും അക്കാഡമിഷ്യനായും പ്രവർത്തിച്ചു വരുന്നു. വിദേശ രാജ്യങ്ങളിൽ വർഷങ്ങളോളം സേവനമനുഷ്ഠിച്ച അദ്ദേഹം ഇപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലെ കോളേജ് ഓഫ് ഓക്യുപേഷണൽ തെറപ്പി ഹെഡ് ആൻഡ് വൈസ് പ്രിൻസിപ്പൽ ആയി പ്രവർത്തിക്കുന്നു. ഈ ടോപ്പിക്ക് തന്നെ ഇന്നത്തെ നിഡാസ് സംപ്രേഷണം ചെയ്യാൻ കാരണം ഭിന്നശേഷിയുള്ള ഒരുപാട് ലൈംഗികതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. എന്നാൽ ഇതൊരു ഡോക്ടറോടോ റീഹാബിലിറ്റേഷൻ പ്രൊഫഷണലിനോടോ തുറന്നു പലപ്പോഴും വിമുഖത കാണിക്കുന്നു. എന്നാൽ മറ്റു പ്രശ്നങ്ങളോടൊപ്പം തന്നെ ലൈംഗിക പ്രശ്നങ്ങളും ശരിയായ രീതിയിൽ ചികിത്സിച്ചാൽ മാത്രമേ ആ പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ച് ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ ജീവിത നിലവാരം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഓക്യുപേഷണൽ തെറപ്പിയിൽ ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള ചികിത്സാ രീതികൾ ഉണ്ടെന്ന് ഒരു അവബോധം സൃഷ്ടിക്കുക എന്നാണ് ഈ സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഷെയർ ചെയ്യും. അത് ഓപ്പൺ ചെയ്ത് ചോദ്യാവലി പൂരിപ്പിക്കേണ്ടതാണ്. ഇനി നമ്മൾ ഇന്നത്തെ സെഷനിലേക്ക് കടക്കുകയാണ്. സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായി ഡോക്ടർ വിനീത് ഡാനി ജോസ് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്യുന്ന ടോപ്പിക് സെക്ഷുവാലിറ്റി ആൻഡ് ഓക്യുപേഷണൽ തെറപ്പി സ്ട്രാറ്റജീസ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി. സെക്ഷുവാലിറ്റി ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ടോപ്പിക് ആണ്. ഇത് കുറിച്ച് എല്ലാവരോട് പറയാനും കുറച്ച് മടിയായിരിക്കും. പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്തൊക്കെ പറയാനോ എങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പൊ സെക്ഷുവാലിറ്റിയും കുറച്ച് സെക്ഷുവൽ എൻഗേജ്മെന്റും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. ഈ കാര്യങ്ങള് ഓക്യുപേഷണൽ തെറപ്പിസ്റ്റിനോട് ഒരു ലിമിറ്റ് വരയ്ക്കും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കണ്ടന്റ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ്, സെക്ഷുവാലിറ്റി ആൻഡ് ഓക്യുപേഷണൽ തെറപ്പി. സെക്ഷുവാലിറ്റി ഓർ സെക്ഷുവൽ ആക്ടിവിറ്റി എന്തൊക്കെയാണ്, അതിനോട് ഈ ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് എന്തൊക്കെയാണ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്, ആ കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഈ പോയിന്റിൽ. രണ്ടാമത്തത് റിയാക്ഷൻസ് ടു സെക്ഷുവാലിറ്റി ആൻഡ് ഡിസബിലിറ്റി. ഒരു ഡിസബിലിറ്റി വ്യക്തി റിയാക്ഷൻസ് ടുവേർഡ് സെക്ഷുവാലിറ്റി എന്തൊക്കെയാണ്, അവരുടെ സ്റ്റേജസ് എന്തൊക്കെയാണ് എന്ന് നോക്കാൻ പോകുന്നത്. മൂന്നാമത്തത് സ്ട്രാറ്റജീസ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി. ഒരു വ്യക്തിയുടെ ഓക്യുപേഷണൽ തെറപ്പി സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നു അത് നമുക്ക് നോക്കാം. സെക്ഷുവാലിറ്റി എന്നാലോ സെക്ഷുവൽ എക്സ്പ്രഷൻ, അതായത് കിസ്സിങ്, ഹഗ്ഗിങ്, ഇന്റർകോഴ്സ്, പിന്നെ സെക്ഷുവൽ പ്രിഫറൻസ്, മെയിലും ഫീമെയിലും ഉള്ള പ്രിഫറൻസ്, സെക്ഷുവൽ ആക്ടിവിറ്റി, അതായത് ഒരു അഡൽട്ടും ഒരു പാർട്ട്ണറോട് ഉള്ള ഇന്റിമേറ്റ് തമ്മിലുള്ള അടുപ്പം, പിന്നെ സെക്ഷുവൽ ഐഡന്റിറ്റി, ഫീമെയിൽ ഐഡന്റിറ്റി, സെക്ഷുവൽ ഡെസിഷൻസ്,
അപ്പോൾ ഇന്റിമസിയും എന്ന് പറഞ്ഞാലോ ഒരു പാർട്ട്നേഴ്സ് തമ്മിലുള്ള അടുപ്പ്. സെക്ഷുവാലിറ്റിയും ഇന്റിമസിയും ഒരു വ്യക്തിയോട് ഇമോഷണൽ വെൽബീയിങ് മുന്നോട്ട് പോകുന്ന കാര്യമാണ്. ഇത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടോപ്പിക്കാണ്. ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് സെക്ഷുവൽ ആക്ടിവിറ്റിയോട് അനലൈസ് ചെയ്ത് അത് ഒരു ഡെയിലി ലിവിങ് സ്കിൽസ് എന്നകത്ത് വരുന്നതാണ്. ഇന്നത്തെ കാലത്ത് സെക്ഷുവാലിറ്റി ഈസ് ഓവർലുക്ഡ് ഏരിയൽ ആൻഡ് ബ്രേക്കിംഗ് ഡൗൺ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാലോ എല്ലാവരും ഈ ടോപ്പിക്കെ കുറിച്ച് ഒരു അവോയ്ഡ് ചെയ്ത കാര്യമാണ്. ആർക്കും ഈ കാര്യത്തെ കുറിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. സെക്ഷുവാലിറ്റിയും ഒരു സെൽഫ് എസ്റ്റീമും കൂടി രണ്ടും ഒരു റിലേറ്റഡ് ആണ്. അത് ശരിക്കും അഡ്രസ് ചെയ്തില്ലെങ്കിൽ ഒരു ഡിസബിലിറ്റിക്ക് സെൽഫ് എസ്റ്റീമും സെൽഫ് ആക്ച്വലൈസേഷനും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അടുത്തതായി തിയറിയിലിருந்து പ്രാക്ടീസിലേക്ക് പോവാനോ? ചില കാര്യങ്ങൾ തിയറിയിൽ കുറച്ച് വ്യത്യാസമായിട്ടും ഉണ്ടായിരിക്കും, പ്രാക്ടീസ് വ്യത്യാസമായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അതിലെ ഓക്യുപേഷണൽ തെറപ്പി സെക്ഷുവൽ അസസ്മെന്റ് ഫ്രെയിംവർക്കിന് ഒരു ഫ്രെയിംവർക്ക് ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് ഉണ്ട്. അതിനകത്ത് വരുന്ന കണ്ടന്റ്സ് സെക്ഷുവൽ ആക്ടിവിറ്റി, സെക്ഷുവൽ റെസ്പോൺസ്, ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റെസ്പോൺസ്, സെക്ഷുവൽ എക്സ്പ്രഷൻ, ഹഗ്ഗിങ്, കിസ്സിങ്, പിന്നെ ഇന്റർകോഴ്സ്, സെക്ഷുവൽ സെൽഫ് വ്യൂ. ഒരു ഡിസബിലിറ്റി വ്യക്തി തൻ്റെ ബോഡിയെ എങ്ങനെ വ്യൂ ചെയ്യുന്നു സെക്ഷുവൽ ആക്ടിവിറ്റിക്ക്, അതാണ് നോക്കുന്നത്. പിന്നെ ഇന്റിമസിയും സെക്ഷുവൽ ഹെൽപ്പ്. അതിനോട് ഈ ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് ഒരു ഫ്രെയിംവർക്ക് പ്രത്യേകമായിട്ട് യൂസ് ചെയ്യുന്നു. ഇത് സ്റ്റാൻഡർഡൈസ് ടൂൾ ആണ്. അതിനകത്ത് വരുന്നത് ഓക്യുപേഷൻസ്, ക്ലയന്റ് ഫാക്ടർ, പെർഫോമൻസ് സ്കിൽസ്, പെർഫോമൻസ് പാറ്റേൺ, പിന്നെ കോണ്ടെക്സ്റ്റ്. ഓക്യുപേഷണലിനകത്ത് വരുന്നത് ഡെയിലി ലിവിങ് സ്കിൽ. ഒരു വ്യക്തി ഡെയിലി ലിവിങ് സ്കിൽസിന് എന്താണ് പറയുന്നത്? കാലത്തെ അവർ വേക്കിംഗ് ചെയ്യുമ്പോൾ ബ്രഷിങ്ങും, അവർ കുളിക്കും, പിന്നെ ഡ്രസ് ചേഞ്ച് ചെയ്യും, അവർ ജോലിക്ക് പോവും, പിന്നെ ജോലിക്ക് തിരിച്ചു വരും, പിന്നെ ആൾക്കാരോട് സംസാരിക്കും, ആഹാരം കഴിക്കും, പിന്നെ ഉറങ്ങാൻ പോവും, പിന്നെ സെക്ഷുവൽ ആക്ടിവിറ്റി. അപ്പൊ സെക്ഷുവൽ ആക്ടിവിറ്റി ഇതുപോലെ തന്നെ ഒരു നോർമൽ ആക്ടിവിറ്റി ആണ്. അതാണ് ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് പറയുന്നത്. ഇത് സെക്ഷുവൽ ആക്ടിവിറ്റി ഉള്ളവർക്ക് ക്ലയന്റ് ഫാക്ടേഴ്സ് പറഞ്ഞാലോ ബോഡി സ്ട്രക്ചേഴ്സും ഫങ്ഷൻസും എന്തൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഒരു ഫിസിക്കൽ ലിമിറ്റേഷൻസ് ഉള്ള ആൾക്കാർക്ക് ഫങ്ഷൻസും സ്ട്രക്ചേഴ്സും ഒരു ഇഷ്യൂ ആയി കാണും. നമുക്ക് വീൽ ചെയറിലുള്ളവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് സ്ട്രക്ചേഴ്സും ഫങ്ഷൻസും അഫക്റ്റ് ആയി. അപ്പോൾ ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് അതിനോട് ഏത് സ്ട്രക്ചേഴ്സ് ഏത് ഫങ്ഷൻ അഫക്റ്റ് ആയെന്ന് നന്നായിട്ട് പറഞ്ഞു കൊടുക്കും, ഇവാലുവേറ്റ് ചെയ്യും. പെർഫോമൻസ് സ്കിൽസിന് പറയുന്നത് മോട്ടോർ സ്കില്ലും പ്രോസസ് ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻ സ്കില്ലും. ഒരു സെക്ഷുവൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഒരു മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെഫ്റ്റ് റൈറ്റ് മൂവ്മെന്റ്, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്, ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡിസബിലിറ്റി വ്യക്തിന്റെ മൂവ്മെന്റ് ഇമ്പോസിബിൾ ആയെങ്കിൽ അത് എന്തൊക്കെയോ പോസിബിൾ ആകാൻ സാധിക്കും എന്ന് ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യും. സോഷ്യൽ ഇന്ററാക്ഷൻ, ഒരു ഡിസബിലിറ്റി വ്യക്തി നോർമൽ വ്യക്തിയുടെ എന്തൊക്കെയോ ഇന്ററാക്ഷൻ ചെയ്യുന്നു സെക്ഷുവൽ ആക്ടിവിറ്റി ആ സമയത്ത്, ഇതാണ് ഇത് നോക്കാൻ തോന്നുന്നു. പെർഫോമൻസ് പാറ്റേണോട് കൂടി പോയാലോ ഹാബിറ്റ്സ്, റൊട്ടീൻസ് ആൻഡ് റൂൾസ്. അപ്പോൾ സെക്ഷുവൽ ആക്ടിവിറ്റിയിലെ ഒരു റൊട്ടീൻ ആയിട്ടുള്ള കാര്യം, അത് ഒരു സിംഗിൾ കാര്യമല്ല, ഒരു റൊട്ടീൻ ആയിട്ട് പോവേണ്ട കാര്യം. അത് അവോയ്ഡ് ചെയ്യുന്ന ഏരിയ അല്ല. ഒരു റോൾസും മെയിൽസും ഫീമെയിൽസും തമ്മിലുള്ള അടുപ്പത്തെ അവർ ഷെയർ ചെയ്യാനുള്ള കാര്യമാണ്. പിന്നെ എൻവയറമെന്റും വരുമ്പോൾ ഒരു ഫിസിക്കൽ എൻവയറമെന്റും സോഷ്യൽ എൻവയറമെന്റും നന്നായിട്ട് ആക്കി കൊടുക്കണം. ചില വ്യക്തിയുടെ ഒരു ജോയിന്റ് ഫാമിലി ആയിരിക്കും, അവർക്ക് ആ കാര്യങ്ങളെ കുറിച്ച് ഒരു ഷെയറിങ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇതാണ് കാര്യങ്ങൾ ഇതിൽ നോക്കാൻ പോകുന്നത്.
അടുത്തതായി നമുക്ക് ആബ്രഹാം മാസ്ലോ എന്ന ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ഹ്യൂമൻ ബീങ്സിന്റെ സൈക്കോളജിക്കൽ നീഡ്സ് ഒരു പിരമീഡ് വടിവത്തില് സ്ട്രക്ചറിൽ നമുക്ക് തന്നിട്ടുണ്ട്. അത് physical needs, safety and security needs, love and belonging, self-esteem, self-actualization. Physical needs എന്തൊക്കെയോ പറയുന്നത് അതിൽ ശ്വാസിക്കാനുള്ള കാര്യം എയർ മുഖ്യമാണ്, ഫുഡ്, വാട്ടർ, സെക്സ്, വാംത്ത്, റെസ്റ്റ്, ഇതിനുള്ള കാര്യം ബയോളജിക്കലും ഫിസിക്കൽ നീഡ്സിൽ കൂടി വരും. ഒരു വ്യക്തി ഈ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താലോ നമുക്ക് ഏറ്റവും താഴെയുള്ള നീഡ്സ് ആണ് ഇത്. പിന്നെ മുകളിലോട്ട് പോകും സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. അതിനകത്ത് വരുന്നത് ഷെൽട്ടറും പിന്നെ എംപ്ലോയ്മെന്റ്. അതിന് സാറ്റിസ്ഫൈ ആകുന്നത് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്, ആ വ്യക്തിന്റെ ഒരു ലവ് ആൻഡ് കെയർ റിലേഷൻഷിപ്പും മാരേജും പിന്നെ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പും, ഈ കാര്യങ്ങൾ നന്നായിട്ട് ഡെവലപ്പ് ആവും. പിന്നെ നമുക്ക് മുകളിലോട്ട് പോകുമ്പോൾ സെൽഫ് എസ്റ്റീം ഉണ്ടാവും. ഒരു വ്യക്തി ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്താലോ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നന്നായിട്ട്, പിന്നെ ലവ് ആൻഡ് ബിലോങ്ങിങ് ഡെവലപ്പ് ആകും. ഇത് 3 കാര്യങ്ങൾ ഡെവലപ്പ് ആകുമ്പോൾ സെൽഫ് എസ്റ്റീം, അതിന്റെ എന്തൊക്കെയോ ഒരു ഡിഗ്നിറ്റിയും ഇൻഡിപെൻഡൻസും നന്നായിട്ട് ഒരു സൊസൈറ്റിയിലെ കോൺഫിഡൻസും ഉണ്ടാവും. ഇത് ചെയ്യുമ്പോൾ ഫൈനൽ സ്റ്റേജ് ലാസ്റ്റ് ടോപ്പ് മോസ്റ്റ് സെൽഫ് ആക്ച്വലൈസേഷൻ പറയുന്നത് ഒരു ഗുഡ് പ്യുവർ പെർഫോമൻസും പേഴ്സണൽ ഒരു ഗ്രോത്തും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് ഇത് 5 കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ ഇതെങ്കിലും ഒരു സ്റ്റേജിൽ സ്റ്റക്കായാലോ അവർ ലവ് ആൻഡ് ബിലോങ്ങിങ്സിൽ സ്റ്റക്കായി കാണും, അല്ലെങ്കിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സ്റ്റക്ക് ആവും. അപ്പോൾ ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് ഈ കാര്യങ്ങൾ ഒരു സെക്ഷൽ ഹിസ്റ്ററിനോടെ നന്നായിട്ട് ഒരു ഇവാലുവേറ്റ് ചെയ്ത് അവർക്ക് എന്തായാലും പറഞ്ഞു കൊടുക്കും. അടുത്തതായി നോക്കാൻ പോകുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിന് നമുക്കൊരു സൈക്കോളജിസ്റ്റ് ലിബിഡോ എന്ന് ഒരു ലാറ്റിൻ വേർഡ് നമുക്ക് തന്നിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ലിബിഡോ എന്ന് പറയുമ്പോൾ സെക്ഷുവൽ ഡിസയർ ആൻഡ് ലസ്റ്റ്, അത് സെക്ഷോടുള്ള ആഗ്രഹം, അത് എന്തൊക്കെയാന്ന് നോക്കാം. നമുക്കൊരു 5 സ്റ്റേജിൽ നമുക്കതിൻ്റെ നോക്കാം. ഓറൽ സ്റ്റേജ്, പിന്നെ ആനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റന്റ്, ജെനിറ്റൽ സ്റ്റേജ്. ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഏജ് 0 മുതൽ 1ാമത്തെ ഏജ് ആണ്. ഏജിൽ എന്തൊക്കെയാണ് ഡെവലപ്പ് ആവും, അവരുടെ ഓറൽ ആക്ടിവിറ്റീസും പിന്നെ സക്കിങ് ആൻഡ് ടേസ്റ്റിംഗ്, ഈറ്റിംഗ്, ഈ കാര്യങ്ങളാണ് ഈ സ്റ്റേജിൽ ഡെവലപ്പ് ആവും. അപ്പോൾ വ്യക്തികൾക്ക് ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും സ്റ്റക്ക് ഉണ്ടായാലോ ഒരു ഫിക്സേഷൻ പോലെ ഒരു സ്റ്റോപ്പ് ഉണ്ടാവും. അത് എന്തൊക്കെയാണ്? സ്മോക്കിങ്ങും ഈറ്റിങ്ങും പിന്നെ ഓറൽ സക്കിങ്, ഇത് ഈ കാര്യങ്ങൾ ഓറൽ ഫിക്സേഷൻസ് ആയിട്ട് ഉണ്ടാവും. ആനൽ സ്റ്റേജിൽ 1 മുതൽ 3ാമത്തെ ഏജ് വരെയും ഉള്ളത്. അത് ഈ ഏജിൽ നമുക്ക് ബ്ലാഡർ ബവൽ കൺട്രോൾ, യൂറിനും മോഷനും കൺട്രോൾ ചെയ്യുന്ന ടോയ്ലറ്റ് ട്രെയിനിങ് ആണ് ഡെവലപ്പ് ആകുന്നത്. ഈ കുട്ടികൾ ഈ കാര്യങ്ങൾ ഡെവലപ്പ് ആയില്ലെങ്കിൽ പിന്നെ ലേറ്റസ്റ്റ് സ്റ്റേജ് വരുമ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ആനുവൽ കൺട്രോളും ടോയ്ലറ്റ് ട്രെയിനിങ് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ഒരു ഡെവലപ്മെന്റ് ഡിലേഡ് കിഡ് നോക്കുമ്പോൾ അവരുടെ ഗ്ലോബൽ ഡെവലപ്മെന്റ് ഡിലേ എന്ന് പറയും. അവർക്ക് ഈ ഡെവലപ്മെന്റ് ഡിലേയിൽ ഈ കാര്യങ്ങളൊന്നും ഡെവലപ്പ് ആയില്ലെങ്കിൽ ടോയ്ലറ്റ് ട്രെയിനിങ് വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. 3ാമത്തത് ഫാലിക് സ്റ്റേജ് എന്നാണ് പറയുന്നത്. 3 മുതൽ 6 ഏജിലുള്ള കുട്ടികൾക്ക് ഈ ഏജിൽ ഒരു ജെനിറ്റൽസ് എന്ന് പറയുന്ന ആണുങ്ങൾ പെണ്ണുകളുടെ ഒരു പ്രത്യേകമായ ഉറുപ്പുകൾ ഡെവലപ്പ് ആവും. ഇത് കാര്യങ്ങൾ അവർ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഡിഫറൻസ് ഇതിനകത്ത് ഉണ്ടാവും. ഞാൻ മെയില് ഫീമെയിൽ இந்த ഒരു തന്മ ഇവിടെ തന്നെ ഉണ്ടാവും. ഈ കാര്യങ്ങൾ സ്റ്റക്കായാലോ അവന്റെ ഒരു ഐഡന്റിറ്റി കൺഫ്യൂഷൻ ആകും. ഞാൻ ആൺ തന്നോ ഞാൻ പെൺ തന്നോ, ഇതിന്റെ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ ലേറ്റന്റ് സ്റ്റേജിന് 6ാമത്തെ ഏജിൽ നിന്ന് പ്രായമുള്ള ആൾക്കാരുള്ള വരയ്ക്കും ഈ ഏജിൽ ഒരു ബന്ധം, പെയർ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും. അതിന് എന്താ ബന്ധം?
ജെൻഡർ റോൾ ഉണ്ടാവും. ആണും പെണ്ണുകളുണ്ട്, ഒരു ജെൻഡർ റോൾ ഉണ്ടാവും. ആണുങ്ങൾ ഉള്ള ഒരു കാര്യം ക്രിക്കറ്റായിരിക്കും, പിന്നെ പെണ്ണുകൾ ഉള്ള പിന്നെ സ്കിപ്പിംഗ്, ആ കാര്യങ്ങളിലൊക്കെ അത് സ്പെസിഫിക് റോൾസ്, ജെൻഡർ റോൾസ് ഈ സ്റ്റേജിൽ തന്നെ ഉണ്ടാവും. ഇതിൽ സ്റ്റക്കായാലോ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജും ഒരു വളരെ സോഷ്യൽ സ്കിൽസ് ഇല്ലാത്ത കാര്യമും പിന്നെ കോൺഫിഡൻസ് ഇല്ലാത്ത കാര്യമും ഈ സ്റ്റേജിൽ ഉണ്ടാവും. ലാസ്റ്റ് സ്റ്റേജ് പിന്നെ ജെനിറ്റൽ സ്റ്റേജ് ആണ്. പിന്നെ പ്രായമുള്ള ആൾക്കാർ പിന്നെ അഡൽട്ട് സ്റ്റേജ് പറയും. ഇത് സ്റ്റേജിൽ ഡെവലപ്പ് ആകുന്ന കാര്യം ഒരു ഡിസയർ, സെക്ഷുവൽ ഡിസയർ എന്ന് പറയുന്ന ഒരു ലിബിഡോ, ഒരു അടുപ്പമാണ് ഡെവലപ്പ് ആകുന്നത്. ഈ കാര്യങ്ങളിൽ ഇന്റിമസിയും ഒരു പ്രിഫറൻസും ഓപ്പോസിറ്റ് സെക്സിനോട് ഉണ്ടാവും. വളരെ ഡെവലപ്പ് ആയി കഴിഞ്ഞാലോ നന്നായിട്ട് ഈ ഡെവലപ്മെന്റ് പോകും. അല്ലെങ്കിൽ ഇത് സ്റ്റേജിൽ ഏതെങ്കിലും സ്റ്റക്കായാലോ പിന്നെ എല്ലാ സ്റ്റേജിലും പുറത്തോട്ട് മുന്നോട്ട് പോകാൻ കാര്യം ഇതിലുണ്ടാവും. അപ്പോൾ തെറപ്പിസ്റ്റ് സെക്ഷൽ ഹിസ്റ്ററി എടുക്കുമ്പോൾ ഇത് ഒരു ഡിസബിലിറ്റി വ്യക്തിയോട് ഓരൽ സ്റ്റേജിൽ സ്റ്റക്കായിട്ടുണ്ടോ, ആനൽ സ്റ്റേജിൽ സ്റ്റക്കായിട്ടുണ്ടോ, ഫാലിക്കിൽ സ്റ്റക്കായിട്ടുണ്ടോ, പിന്നെ ജെനിറ്റലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാന്ന് നോക്കും. മനസ്സിലായല്ലേ? പിന്നെ ഹ്യൂമൻ സെക്ഷുവൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ 2 ടൈപ്പാണ്. ഫസ്റ്റ് ടൈപ്പ് സോളിറ്ററി സെക്ഷുവൽ ആക്ടിവിറ്റി, രണ്ടാമത്തെ ടൈപ്പ് സോഷ്യൽ സെക്ഷുവൽ ആക്ടിവിറ്റി. സോളിറ്ററി എന്ന് പറയുന്നത് സെൽഫ് മാസ്റ്റർബേഷൻ, സ്വയംഭോഗം. ഒരു വ്യക്തി തമ്മിൽ സെക്ഷുവൽ ഗ്രാറ്റിഫിക്കേഷൻ ചെയ്ത് ഓർഗസമിലേക്ക് എത്തുകയാണ്. സെക്ഷുവൽ ക്ലൈമാക്സ് എന്ന് പറയും. പിന്നെ സോഷ്യൽ സെക്ഷുവൽ ആക്ടിവിറ്റി ഹെഡ്രോസെക്ഷുവൽ ആക്ടിവിറ്റിയും ഹോമോസെക്ഷുവൽ ആക്ടിവിറ്റിയും. ഹെഡ്രോസെക്ഷുവൽ ആക്ടിവിറ്റിയും ഒരു ആണും പെണ്ണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ഹോമോസെക്ഷുവൽ ഒരു ആണും പെണ്ണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ഇതാണ് ഹ്യൂമൻ സെക്ഷുവൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് കാണാൻ പോകുന്നത് ഒരു ഫിസിയോളജിക്കൽ സെക്ഷുവൽ ആക്ടിവിറ്റി, ഒരു സെക്ഷുവൽ റെസ്പോൺസ് സൈക്കിൾ. ഈ സൈക്കിൾ ഇമോഷണൽ വെൽബീങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൈക്കിളാണ്. ഇതിൽ നമുക്കൊരു 4 ടൈപ്പുകളുണ്ട്, സ്റ്റേജുകളുണ്ട്. എക്സൈറ്റ്മെന്റ് സ്റ്റേജും പ്ലാറ്റ്യൂ സ്റ്റേജും ഓർഗസം പിന്നെ റിസൊല്യൂഷൻ സ്റ്റേജും. എക്സൈറ്റ്മെന്റ് സ്റ്റേജിന് എന്തൊക്കെയാണ് പറയുന്നത്? ഈ സ്റ്റേജിൽ എല്ലാ മസിലുകളും കുറച്ച് ടെൻഷൻ ആവും. പിന്നെ ബ്ലഡ് പ്രഷറും ഹാർട്ട് കൂടും. മെയിലേക്ക് പെനിസിലോടി കൂടി ഒരു ബ്ലഡ് ഫ്ലോ ഉണ്ടാവും. ആ സമയത്തില് പെനിസ് കുറച്ച് ഇറക്ഷൻ ഉണ്ടാവും, വലുതാവും. ഫീമെയിൽസ് വജൈനൽ വാൾ മോയ്സ്റ്റ് ആകും. പിന്നെ ക്ലൈറ്റോറിയസിൽ ഒരു ലൂബ്രിക്കേഷൻ ആകും. ആ പാർട്ട് കുറച്ച് ചുരുങ്ങി വിരിതലായി കാണാം. ഇതാണ് എക്സൈറ്റ്മെന്റ് സ്റ്റേജിൽ കാണുന്ന മാറ്റങ്ങൾ, ചേഞ്ചസ്. പിന്നെ പ്ലാറ്റോ സ്റ്റേജിൽ ഒരു ബ്രീതിങ് കുറച്ച് വളരെ സ്പീഡായിട്ട് പോവും. മസിൽസ് കുറച്ച് ഈക്വൽ ആയിട്ട് ടെൻഷൻ ആവും. മെയിലുകളുടെ ഗ്ലാൻസ് പെനിസും പിന്നെ ടെസ്റ്റസും വലുതാവും. ഫീമെയിൽസിന്റെ വജൈനാവും ക്ലേറ്റോറിസും ചുരുങ്ങി വിരിയും. ഇതാണ് പ്ലാറ്റോ സ്റ്റേജിൽ നടക്കാനുള്ള കാര്യം. മൂന്നാമത്തെ സ്റ്റേജ് ഓർഗസം സ്റ്റേജ് ആണ്. ഈ സ്റ്റേജിൽ ന്യൂറോ മസ്കുലർ ടെൻഷൻ കുറച്ച് ഇംപ്രൂവ് ആവും, ഡെവലപ്പ് ആവും. ആൺകളിന്റെ പെനിസില് കൺട്രാക്ഷനും പിന്നെ സ്പേമ പുറത്ത് തള്ളുകയും അത് ഇജാക്കുലേഷന് പറയും. വിമൻസിന്റെ വജൈന കുറച്ച് ചുരുങ്ങി വിരിഞ്ച് പിന്നെ കോൺട്രാക്ഷൻ സ്റ്റേജിൽ ആയിരിക്കും. ഇതാണ് ഓർഗസം സ്റ്റേജ്. റിസൊല്യൂഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഗ്രാജുവൽ ആയിട്ട് റെസ്റ്റിംഗ് സ്റ്റേജിലേക്ക് എത്തുകയായിരിക്കും. മെയിൽ കാര്യങ്ങൾ പെനിസ് കുറച്ച് ഷ്രിങ്ക് ആയി ചുരുങ്ങി നോർമൽ സൈസിലേക്ക് എത്തും. ഫീമെയിൽ കുറച്ച് ജെനിറ്റൽ സ്റ്റേജും ചുരുങ്ങി വിരിഞ്ച് നോർമൽ സ്റ്റേജിലേക്ക് എത്തുകയായിരുന്നു. അപ്പൊ ഈ റിസൊല്യൂഷൻ സ്റ്റേജില് റിഫ്രാക്റ്റീവ് പീരീഡിന് ഒരു കാര്യമുണ്ട്. ഈ സ്റ്റേജിൽ ആണുങ്ങൾ പിന്നെ രണ്ടാമത്തെ സെക്ഷുവൽ ആക്ടിവിറ്റിക്ക് എത്തിപ്പോകാൻ സാധിക്കില്ല. കുറച്ച് ടൈം എടുക്കും അവർ സെക്കൻഡ് ടൈം സെക്ഷുവൽ ആക്ടിവിറ്റി. പിന്നെ ഫീമെയിൽസ് ദർ ഇസ് നോ റിഫ്രാക്റ്റീവ് പീരിയഡ്. അവർ പെട്ടെന്ന് സെക്ഷുവൽ സെക്കൻഡറി
സെക്ഷൽ ആക്ടിവിറ്റിക്ക് റെഡിയാവും. മനസ്സിലായല്ലേ? നമുക്ക് പിന്നെ റിയാക്ഷൻസ് ടു സെക്ഷുവാലിറ്റി ആൻഡ് ഡിസബിലിറ്റി കാണാൻ പോകുന്ന ഒരു ഡിസബിലിറ്റി വ്യക്തി ചില കോമ്പണൻസ് കൂടി നമുക്ക് നോക്കാം. ഈ റിയാക്ഷൻസ് എല്ലാം അവർ നോക്കുമ്പോൾ ഞാൻ ഒരു ആണാണോ അല്ലെങ്കിൽ എന്തൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കോ എന്ന് അവർക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് കാര്യം ഫിസിക്കൽ ലിമിറ്റേഷൻസ് ആണ്. ഒരു സെറിബ്രൽ പാൾസി കുട്ടിയാണ്, ഹെമിപ്ലീജിക് കുട്ടി എന്ന് പറയുന്ന കാര്യം ഒരു ഹാൻഡ് ഫങ്ഷൻ അഫക്റ്റ് ആയുള്ള കുട്ടിയായിരിക്കും. അവർക്ക് ഹാൻഡ് ഫങ്ഷൻ ചെയ്യാൻ സാധ്യമില്ലായിരിക്കും. ഒരു അഡൽട്ട് സി പി നമുക്ക് നോക്കുമ്പോൾ അപ്പോൾ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഒരു നോർമൽ ലൈഫ് പാർട്ട്ണറോട് ഒരു ഡിസബിലിറ്റി വ്യക്തി ജോയിൻ ചെയ്യുമ്പോൾ മാരേജ് ചെയ്യുമ്പോൾ അവർക്ക് ഞാൻ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഇല്ലായിരിക്കും. പിന്നെ ഡിസയറും പ്ലഷറും ഒരു സെക്ഷൽ എബിലിറ്റിയും തനക്ക് ഇല്ലയാണ് അവർക്ക് തോന്നും. അതാണ് ഫസ്റ്റ് റിയാക്ഷൻ. രണ്ടാമത്തത് അവർ പെട്ടെന്ന് ഒരു ട്രോമ കൂടി പോകുമ്പോൾ അവർ ഒരു റോങ് പെർസെപ്ഷൻ ഉണ്ടായിരിക്കും. ഒരു ജനറൽ അവയർനെസ് കൂടി അവർക്ക് പുവറായിട്ട് ഈ പോയിന്റിൽ ഉണ്ടായിരുന്നു. പിന്നെ യൂറിൻ പോകുന്ന കാര്യം, ഒരു വേദന, പിന്നെ മെഡിക്കേഷൻസും ഈ കാര്യങ്ങളെല്ലാം പിന്നെ കൊണ്ട് നമുക്ക് സെക്ഷുവാലിറ്റി അഫക്റ്റ് ആകുന്നോ എന്ന് ഒരു തോന്നും അവർക്ക്. അഡാപ്റ്റീവ് ഡിവൈസ് യൂസ് ചെയ്യാനുള്ള ഒരു സ്പ്ലിൻസും പിന്നെ വീൽ ചെയർസും കമ്മ്യൂണിക്കേഷൻ എയ്ഡ്സ് യൂസ് ചെയ്യാറും നമുക്ക് സെക്ഷൽ അട്രാക്ഷൻ ഇല്ല എന്ന് അവർക്ക് ഒരു തോന്നും. ദേ ആർ നോട്ട് ഹാവിങ് പ്രോപ്പർ സെക്ഷൽ ആക്ടിവിറ്റിന്ന് അവർക്ക് തോന്നാം. പിന്നെ ഒരു സെൻസ് ഓഫ് മാസ്കുലിറ്റി എന്ന് പറയും. ഞാൻ പുരുഷത്വം സ്ത്രീത്വം എനിക്ക് ഇല്ലയാ. നമുക്കൊരു ഈ കാര്യങ്ങൾ ഡ്വെല്ലിംഗ് കത്തീറ്ററും ഈ കാര്യങ്ങൾ അവർക്ക് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുമ്പോൾ അവർ തമ്മിൽ ചോദിക്കും, ഞാൻ പുരുഷനാണോ അല്ലെങ്കിൽ സ്ത്രീയാണോ, അല്ലെങ്കിൽ പുരുഷത്വം സ്ത്രീത്വവും ഡിസബിലിറ്റി കൊണ്ട് അഫക്റ്റഡ് ആണോ എന്ന് അവർക്ക് ഒരു ചോദ്യം ഉണ്ടായിരിക്കും. പക്ഷേ റീസെർച്ച് സ്റ്റഡി എന്തൊക്കെയോ പറയുന്നത്, ഈ പ്രശ്നയോടെ നമുക്ക് നോക്കുമ്പോൾ 94% ഫിസിക്കൽ ഡിസബിലിറ്റി ആൾക്കാർക്ക് എല്ലാവരും സെക്ഷൽ ആക്റ്റീവ് ആണ് പറയുന്നത്. ഒരു നോർമൽ നോൺ ഡിസേബിൾഡ് പേഴ്സണോട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ 94% ഫിസിക്കൽ ഡിസബിലിറ്റി ആൾക്കാർ സെക്ഷുവലി ആക്റ്റീവ് ആണ് പറയുന്നത്. അടുത്തതായി ഒരു കണ്ടീഷൻസും വിച്ച് അഫക്ട് സെക്ഷുവാലിറ്റി. ഒരു എക്സാമ്പിളോടെ നമുക്ക് നോക്കാം. ഇത് രണ്ട് കാര്യങ്ങളുണ്ട്, ഫിസിക്കലോടെയും നമുക്ക് സൈക്കോളജിക്കലോടെയും. ഫിസിക്കൽ ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു സ്പൈനൽ കോഡ് വ്യക്തിക്ക് സെക്ഷുവൽ എഫക്റ്റ് ആവും. സ്ട്രോക്ക് ഉള്ളവർക്ക്, പിന്നെ സ്ട്രോക്ക് വരുമ്പോൾ നമുക്ക് ഒരു സൈഡ് എഫക്റ്റ് ആവും അല്ലേ. അവർക്ക് പിന്നെ ഒരു കാര്യത്ത് ഗ്രാഫ് ചെയ്യാൻ പറ്റില്ല, മൊബിലിറ്റി മൂവ്മെന്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്പൈനൽ കോഡ് ഇഞ്ചുറി ആൾക്കാർക്ക് പിന്നെ വീൽ ചെയർ ബൗണ്ടായിരിക്കും, ബെഡ് ബൗണ്ടായിരിക്കും. പിന്നെ റോഡ് ട്രാഫിക് ആക്സിഡന്റ് ഉള്ളവർക്ക് ഒരു ഡീജനറേറ്റീവ് കണ്ടീഷൻസും പാർക്കിൻസൺസും പിന്നെ ഗുലൈൻ ബാർ സിൻഡ്രോം, മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് ഉള്ള ആൾക്കാർക്കും വളരെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ ഡിപ്രഷൻ, പിന്നെ ബൈപോളാർ ഡിസോർഡർ, മേനിക് ഡിപ്രസീവ് സൈക്കോസിസ് എന്ന് പറയും. സ്കീസോഫ്രീനിയ ഒരു തോട്ട് ഡിസോർഡർ, മൈൻഡ് സ്പ്ലിറ്റ് ഡിസീസ് എന്ന് പറയും. സ്ട്രെസ്സും ആൻസൈറ്റി ഒരു പതട്ടമുള്ള ആൾക്കാർക്ക്, ഡിമെൻഷ്യ ഒരു മെമ്മറി ഇഷ്യൂ ആൾക്കാർക്കും ഒരു സെക്ഷുവാലിറ്റിയുടെ ഒരു വളരെ അഫക്റ്റ് ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു സെക്ഷുവാലിറ്റി ആൻഡ് സെൻഷ്വാലിറ്റി. ഒരു സെക്ഷുവാലിറ്റിക്ക് സെൻസസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ പ്രവർത്തനങ്ങൾ സെക്സ് കൂടി ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടാക്കാനുള്ള വളരെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് എന്തൊക്കെയോ നോക്കുന്നത് ഈ സ്റ്റേജിൽ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് അസസ്മെന്റോടെയും ഇവാലുവേഷനോടെയും ഒരു പേഴ്സന്റെ ഡിസബിലിറ്റി വ്യക്തിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഒന്ന് ഇംപ്രൂവ് ചെയ്യുന്നു. അവരുടെ റോൾ ഡെലിനേഷൻ, ഒരു മെയിലും ഫീമെയിൽ പ്രിഫറൻസസ് ഉണ്ടായിരിക്കും സെക്ഷുവൽ പ്രിഫറൻസിൽ, അവർക്ക് അത് ഒരു നന്നായിട്ട് ഒരു പറഞ്ഞു കൊടുക്കും.
കൾച്ചറൽ ആസ്പെക്റ്റും പറഞ്ഞു കൊടുക്കും. ഇമ്പൾസ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരിക്കും. ഡിസബിലിറ്റി ഉള്ളവർക്ക് പെട്ടെന്ന് ദേഷ്യം ഉണ്ടായിരിക്കും. എനിക്ക് ഈ കാര്യം സെക്ഷൽ ആക്ടിവിറ്റി ചെയ്യാൻ പാടില്ല, ഇത് സ്റ്റേജിൽ ഞാൻ സ്റ്റക്കായി, ഇതിൽ എനിക്ക് സെൻസസിലെ ഇഷ്യൂ ആയിട്ടുണ്ട്, അത് കുറച്ച് വളരെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടായിരിക്കും. അപ്പൊ ആ സമയത്ത് ഒരു മോട്ടിവേഷനും കൗൺസിലിംഗ് ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് തന്നെ കൊടുക്കും. എനർജി കൺസർവേഷൻ എന്ന് പറയുന്നത് വളരെ സെക്ഷൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് മസിൽ ആക്ടിവിറ്റിനോട് ടിപ്സും കൊടുക്കാൻ സാധിക്കും. പിന്നെ ഹൈപ്പർടോണിസിറ്റി, മസിൽസിന്റെ ഒരു മുറുക്കം ഉണ്ടാകുന്ന സമയത്ത് ഏത് പൊസിഷൻസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പൊസിഷൻസ് കൊണ്ട് പറഞ്ഞു കൊടുക്കും. പിന്നെ സൈക്കോസോഷ്യൽ ഇഷ്യൂസ് ഉള്ള ആർക്കും ഇന്ദ്രിയങ്ങൾ പിന്നെ ഇൻക്രീസ് ആണോ, ഈ കാര്യങ്ങളുള്ളവർക്കും ഇതാണ് ഫാക്ടേഴ്സ് ഒരു സെക്ഷുവാലിറ്റിയും സെൻഷ്വാലിറ്റിയോട് റിലേറ്റഡ് ആണ്. പിന്നെ ഒരു ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് ഇതിപ്പോ ഒരുപാട് പ്രശ്നങ്ങളെ എന്തൊക്കെയോ നോക്കാൻ പോകുന്നു. അതൊരു സിസ്റ്റമാറ്റിക് റിവ്യൂവും ഒരു പ്രോസസ്സും ഉണ്ട്. ഒരു ഇവാലുവേഷനും ഇന്റർവെൻഷനും ഔട്ട്കമും ഉണ്ട്. ഒരു ഇവാലുവേഷന് പറയുമ്പോൾ ഓക്യുപേഷണൽ പ്രൊഫൈൽ, അവരുടെ ഒരു ഡെമോഗ്രാഫിക് ഡേറ്റ, അവരുടെ ബാരിയേഴ്സ് എന്തൊക്കെയാണ്, അവരുടെ ഒരു സെക്ഷുവൽ പ്രിഫറൻസ് എന്തൊക്കെയാണ്, ഇന്റിമസി എന്തൊക്കെയാണ്, അവരുടെ ഏതൊരു ഡിസബിലിറ്റി ആണ്, ഹൗ മെനി ഡേയ്സ് ദേ ആർ ഗെറ്റിംഗ് അഫക്റ്റഡ്, ഇതെല്ലാം ഒരു ഓക്യുപേഷണൽ പ്രൊഫൈൽ ക്ലിയർ ആയിട്ട് ഒരു സെക്ഷൽ ഹിസ്റ്ററി തന്നെ എടുക്കും. അവർ കോൺട്രാസെപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ടോ, സേഫ് സെക്സ് ആയിട്ട് ഉണ്ടോ, മാസ്റ്റർബേഷൻസ് ചെയ്യാനുണ്ടോ. അതൊരു മാസ്റ്റർബേഷൻ എന്ന് പറയുമ്പോൾ ഒരു വളരെ പോസിറ്റീവായിട്ട് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതെങ്കിലും ഒരു ചിലർക്ക് ഒരു മിത്തുണ്ട്, മാസ്റ്റർബേഷൻ എന്നുള്ള കാര്യം ഒരു തെറ്റാണ്, അങ്ങനെ ഒന്നും ഇല്ല, അതൊരു നോർമൽ ഒരു സ്റ്റേജ് ആണ്. അത് കാര്യങ്ങൾ ചോദിക്കും. അത് ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഒരു അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തിട്ട് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ചെയ്ത് ഒരു ഇന്റർവെൻഷൻ പ്ലാൻ ഉണ്ടാക്കും. ഒരു വ്യക്തിക്കും പ്രത്യേകമായിട്ട് ഒരു ഇന്റർവെൻഷൻ പ്ലാൻ ഉണ്ടാക്കും. അതെങ്ങനെ പ്ലാനും പിന്നെ ആ പ്ലാൻ ചെയ്ത് ഒരു ഇംപ്ലിമെന്റേഷനുക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി അവർക്ക് കൊടുക്കും. ഒരു ഹോം പ്രോഗ്രാം പോലെ അവർ കൊടുക്കും. പിന്നെ റെഗുലർ ആയിട്ട് ഒരു തെറപ്പി സെഷൻസ് വരാൻ അവർക്ക് അഡ്വൈസ് ചെയ്യും. പിന്നെ റിവ്യൂ ചെയ്യും. ഒരു 1 month 2 month ഒരു തെറപ്പി എടുത്തിട്ട് പിന്നെ അവർക്ക് ഫോളോ അപ്പ് ഒന്ന് റിവ്യൂ ചെയ്യും. ഇതാണ് ഇന്റർവെൻഷൻ. പിന്നെ ഔട്ട്കം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് അസസ്മെന്റ് ടൂൾ, നമുക്ക് പറഞ്ഞ പോലെ ഓക്യുപേഷണൽ തെറപ്പി പ്രാക്ടീസ് ഫ്രെയിംവർക്കിന് പ്രീവിയസ് സ്ലൈഡിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്കം മെഷർ ഒന്ന് ഉണ്ടാക്കും. അതിൽ പ്രീ സ്റ്റേജ് എന്താണ്, ആഫ്റ്റർ ട്രീറ്റ്മെന്റ് പിന്നെ പോസ്റ്റ് സ്റ്റേജ് എന്താണ്, ഇതെല്ലാം ഒന്ന് നോക്കാം. അപ്പോൾ അത് കൂടി ഒന്ന് അവരുടെ ഒരു ഹെൽത്ത് പ്രൊമോഷനും അവരുടെ ഒരു കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനും മോഡിഫിക്കേഷൻ ചെയ്യാനും ഡിസബിലിറ്റിയിലെ സെക്ഷൽ ആക്ടിവിറ്റി എന്ന് നന്നായിട്ട് കൊടുത്ത് അതുകൊണ്ട് പ്രിവെന്റ് ചെയ്യാനുമുള്ള കാര്യം സാധിക്കും. അപ്പൊ ഇതിനോട് ഈ ഓക്യുപേഷൻ തെറപ്പിസ്റ്റ് ഒരു 2 മോഡൽ യൂസ് ചെയ്യുന്നു. മോഡൽ ഓഫ് ഹ്യൂമൻ ഓക്യുപേഷൻ എന്ന് പറയുന്നത് ഇതിൽ ഒരു 4 പോയിന്റ്സ് ഉണ്ട്. ഒന്ന് വൊലീഷൻ, ഹാബിറ്റുവേഷൻ, പെർഫോമൻസ് കപ്പാസിറ്റി, എൻവയറൺമെന്റ്. അപ്പൊ സെക്ഷൽ ആക്ടിവിറ്റിനോട് അവർക്ക് ഓക്യുപേഷൻ ഞാൻ വളരെ ഒരു സെക്ഷൽ ആക്ടിവിറ്റി ആണ്. അവർ മോട്ടിവേഷൻ കൊടുത്ത് അവരുടെ ഒരു ഇന്നർ സെൽഫ് ബിലീഫ് ഒന്ന് ഉണ്ടാക്കും. സെൽഫ് റിവ്യൂ എന്ന് പറഞ്ഞല്ലേ, ഒരു ഫിസിക്കൽ അട്രാക്ഷൻ, ഞാൻ ഒരു അട്രാക്റ്റീവ് ആളില്ല, സെക്ഷൽ ആപ്റ്റബിൾ പേഴ്സൺ ഇല്ല എന്ന് അവർക്ക് തോന്നും. അപ്പൊ ഈ മോഡൽ കൊണ്ട് അവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുത്ത് ഒരു ഓക്യുപേഷൻ ഒന്ന് ഇംപ്രൂവ് ചെയ്യും. രണ്ടാമത്തത് ഒരു റൊട്ടീൻ പാറ്റേൺ ആണ്. സെക്ഷൽ ബിഹേവിയർ ഒരു ഹാബിറ്റുവേഷൻ ആണ്. അത് അങ്ങ് ഒരു മന്ത്ലി വൺസോ 2 months വൺസോ ചെയ്യാറുള്ള കാര്യമല്ല. അതൊരു റൊട്ടീൻ പാറ്റേൺ ബിഹേവിയർ ആണ്. അതാണ് നമുക്ക് ഓക്യുപേഷണൽ തെറപ്പി പ്രാക്ടീസ് ഫ്രെയിംവർക്ക് ക്ലയന്റ് ഫാക്ടറിൽ കണ്ടത് അല്ലെ. അപ്പൊ ഇതൊരു റൊട്ടീൻ പാറ്റേൺ ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് നന്നായിട്ട് ഒരു പറഞ്ഞു കൊടുക്കും. പിന്നെ നേച്ചർ ഓഫ് സ്കിൽ പെർഫോമൻസ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു സെക്ഷൽ ആക്ടിവിറ്റി ആണ്. അവരുടെ ഉള്ള സെക്ഷുവാലിറ്റിന്റെ ഒരു ഇന്റിമസിയും പ്ലഷറും എക്സ്പ്രഷനും എന്തൊക്കെയാണ്, ഫിസിക്കൽ ലിമിറ്റേഷൻസ് ആയുള്ള ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പോകുന്നു, അത് തന്നെ ഈ മോഡലിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും.
ഫൈനലായിട്ടുള്ളത് ഡൈനാമിക് ഇൻഫ്ലുവൻസ് ഓഫ് ഫിസിക്കൽ ആൻഡ് സോഷ്യൽ കോണ്ടാക്ട്സ്. ഒരു എൻവയറമെന്റ് ഒന്ന് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അവർ പിന്നെ ഒരു ജോയിന്റ് ഫാമിലി ആയിരിക്കും, അവർക്ക് സെക്ഷുവൽ ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു നല്ലൊരു എൻവയറമെന്റ് ഇല്ലായിരിക്കും. അവർക്ക് നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള എൻവയറമെന്റ് ഒന്ന് വളരെ ഒരു നമുക്ക് സാധ്യമാവും. അടുത്തതായി നമുക്ക് കാണാൻ പോകുന്നത് പേഴ്സൺ എൻവയറമെന്റ് ഓക്യുപ്പേഷൻ മോഡൽ ആണ്. ഇതിനകത്ത് വരുന്നത് ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് സെക്ഷുവൽ ആക്ടിവിറ്റി ആണ്. ഒരു പേഴ്സൺ സെക്ഷുവൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിന്റെ എൻവയറമെന്റ്, ഇതിന്റെ ഇൻവോൾവ്മെന്റ് എന്തൊക്കെയാണ് ഒന്ന് നോക്കാൻ പോകുന്നത്. അതിന്റെ പ്ലാൻ എന്തൊക്കെയാണ്, പേഴ്സണിന്റെ പ്രോബ്ലം എന്തൊക്കെയാണ്, എൻവയറമെന്റ് പ്രോബ്ലം എന്തൊക്കെയാണ് നോക്കിയിട്ട് സെക്ഷുവൽ ആക്ടിവിറ്റിയെ ഒന്ന് മുന്നോട്ട് പോവാൻ സാധിക്കും. ഇത് എല്ലാ മോഡൽസ് കൂടി ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ് ഒരു 5 സ്ട്രാറ്റജീസ് നോക്കാൻ പോകുന്നു. ഒന്നാമത്തേത് തെറാപ്യൂട്ടിക് ക്ലാരിഫിക്കേഷൻസ് ആണ്. വാല്യൂ ക്ലാരിഫിക്കേഷൻസ്, ഇഫക്റ്റീവ് സെക്ഷുവൽ ഹിസ്റ്ററി, സെക്ഷുവൽ അബ്യൂസ് പ്രിവെൻഷൻ, പിന്നെ മെത്തഡ് ഓഫ് എഡ്യൂക്കേഷൻ. തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ പറയുന്നത് ഒരു ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും വളരെ ഒരു ഗുഡ് ക്വാളിറ്റി കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട്. ഒരു വ്യക്തിയോടെ, ഒരു സ്ട്രോങ് ഡിസബിലിറ്റി വ്യക്തിയോടെ ഒരു സ്ട്രോങ് ബോണ്ട് റിലേഷൻഷിപ്പും ഒരു കോൺഫിഡൻഷ്യാലിറ്റിയും ഒരു കംഫർട്ട്നെസ് സ്റ്റേജും ഇതിൽ തന്നെ കൊടുക്കും. അവർ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു എംപത്തിയോടി, ഒരു സെൻസിറ്റീവായി, ഇത് ഏരിയ ഒരു സെൻസിറ്റീവ് ഏരിയ അല്ലേ, അപ്പൊ ഓക്യുപ്പേഷൻ തെറപ്പിസ്റ്റ് കാണാൻ വരുമ്പോൾ ഒരു കംഫർട്ട്നെസ് കൊടുക്കും, ഒരു ജെന്യൂനെസ്സോട് കൂടി ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് ഒരു പോസിറ്റീവ് ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു സ്കിൽസ് ഓക്യുപ്പേഷൻ തെറപ്പിസ്റ്റ് ഉണ്ട്. പിന്നെ ഓക്യുപ്പേഷൻ തെറപ്പിസ്റ്റ് ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഒരു നോൺ ത്രെറ്റനിങ്, ഒരു പേടിയുള്ള ക്വസ്റ്റ്യൻ അല്ല, ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. നമുക്ക് ഡോക്ടർമാരോട് പോകുമ്പോൾ അവർ ചോദിക്കുമല്ലേ, നിങ്ങളുടെ സെക്ഷൻ ഹൈജീൻ എന്താണ് എന്ന് ചോദിക്കും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഓക്യുപ്പേഷൻ തെറപ്പിസ്റ്റ് ചോദിക്കും, നിങ്ങളുടെ ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്തൊക്കെയാണ്. അങ്ങനെ പറയുമ്പോൾ അവർ കുറച്ചുകൂടി ഒരു കംഫർട്ട് സ്റ്റേജൊക്കെ ഉണ്ടാവും. പിന്നെ മെയിൽസിന്റെ നിങ്ങൾ ടെസ്റ്റ് എക്സാമിനേഷൻ ചെയ്തിട്ടുണ്ടോ, പിന്നെ ഒരു ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ചോദിക്കുമല്ലോ, നിങ്ങൾ ടെസ്റ്റ് എക്സാമിനേഷൻ ചെയ്തിട്ടുണ്ടോ. അത് ഒരു നോർമൽ ഫിസിക്കൽ പ്രോസസ്സാണ്. അതൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് ഒരു കംഫർട്ട്സ് ഏരിയയോട് പിന്നെ നന്നായിട്ട് ഒരു നമ്മളോട് സംസാരിക്കാനുള്ള കാര്യം ഉണ്ടാവും. ഒരു സ്റ്റിഗ്മ ആണ് കുറയും. രണ്ടാമത്തത് വാല്യൂ ക്ലാരിഫിക്കേഷൻസ് ആണ്. ഇത് സെക്ഷുവൽ വാല്യൂസിന് എന്താണ് പറയുന്നത്, ഒരു സെക്ഷുവൽ പ്രിഫറൻസും ഇമോഷണൽ വെൽബീയിങ്, സെക്ഷുവൽ എക്സ്പ്രഷൻ, ഈ കാര്യങ്ങളില് ഡിസബിലിറ്റി വ്യക്തിയോടെയും നോർമൽ വ്യക്തിയോടെയും ഒരു ക്ലാരിഫൈ ചെയ്യുന്നുള്ള ഒരു കാര്യമാണ്. റെഗുലർ ആയിട്ട് ഒരു നോർമൽ പേഴ്സൺ, നോൺ ഡിസേബിൾഡ് പേഴ്സൺ ഡിസേബിൾഡ് പേഴ്സണോട് സെക്ഷുവൽ ചെയ്യുമ്പോൾ അവരുടെ ഒരു ക്ലാരിഫിക്കേഷൻ, അതൊരു വളരെ പോസിറ്റീവ് മാറ്റർ ആണ്. പിന്നെ ഇത് എന്തൊക്കെ ചെയ്യുന്നത്, അവർ വളരെ കുറച്ച് ബുക്സോടെയും വീഡിയോസോടെയും ട്രെയിനിങ്ങോടെയും ആർട്ടിക്കിൾസോടെയും ഒരു ക്ലാരിഫിക്കേഷൻ ചെയ്ത് കൊടുക്കും. അടുത്തതായി ഒരു ഇഫക്റ്റീവ് സെക്ഷുവൽ ഹിസ്റ്ററി ആണ്. ഇതിൽ ഞാൻ പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞ പോലെ ക്ലയൻറ്റ്സ് ഒരു കോൺഫിഡൻഷ്യലും ഒരു കംഫർട്ട് സ്റ്റേജും ഓക്യുപ്പേഷൻ തെറപ്പിസ്റ്റ് നന്നായിട്ട് കൊടുക്കും. പിന്നെ ഈ പ്രോസസ്സോടി പോകുമ്പോൾ ഓക്യുപ്പേഷൻ തെറപ്പിസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യം, കോൺട്രാസെപ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ടോ, സേഫ് സെക്സ് ഉണ്ടോ, സെക്ഷൽ ഓറിയന്റേഷൻ, പിന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ ഓറിയന്റേഷൻ ഐഡന്റിറ്റി ഉണ്ടോ, ജെൻഡറിലുണ്ടോ, മാസ്റ്റർബേഷൻസിന്റെ കാര്യങ്ങൾ അതെങ്കിലും അതിന്റെ ഒരു റോങ് മിത്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ സെക്ഷൽ ഹെൽത്തും ഏജിങ്, മെനോപാസ്, ഫിസിക്കൽ ചേഞ്ചസ് ഏതെങ്കിലും, പിന്നെ ഡിസബിലിറ്റി വ്യക്തി എന്തൊക്കെയോ ആണ് ഒരു ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും അല്ലെ, യൂറിനറി ഇൻകോണ്ടിനൻസും ഒരു വേദന, കത്തീറ്റർ യൂസ് ചെയ്യാറുള്ളവരുണ്ട്. പിന്നെ അതൊക്കെ എന്തൊക്കെയോ അവരുടെ അട്രാക്ഷൻ സെക്ഷനോടെ ഉള്ളത് സെക്ഷൽ ഹിസ്റ്ററിനോടെ നമുക്ക് കേൾക്കാറുണ്ട്. സെക്ഷൽ ആൾട്ടർനേറ്റീവ്സ്, പിന്നെ സെക്ഷൽ പൊസിഷൻസും ഓറൽ സെക്സും, പിന്നെ സെക്ഷൽ ഡിവൈസസ് യൂസ്, സോഫ്റ്റ് ടോയ്സ് എല്ലാം യൂസ് ചെയ്യും. ഇതുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സെക്ഷൽ ഹിസ്റ്ററി ഓക്യുപ്പേഷൻ തെറപ്പിസ്റ്റ് എടുക്കുമ്പോൾ ആ വ്യക്തി ഒരു ക്ലിയർ ആയ ഒരു സ്ട്രക്ചറോട് എത്തും. അടുത്തതായി സെക്ഷൽ അബ്യൂസ് പ്രിവെൻഷൻ.
ഇത് നമുക്ക് ഒരു ഡിസബിലിറ്റി വ്യക്തിയുടെ അഡൽട്ടും വളരെ ഒരു ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. എന്തൊക്കെയാണ് ഒരു വെരി പോസിബിൾ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ പറയും. ഈസി ആയിട്ട് ഈ കാര്യങ്ങളെ ഒന്ന് അബ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് എങ്ങനെ ചെയ്യും? ഒരു ടച്ചിന് പറയുമ്പോൾ തെറപ്പിസ്റ്റ് ഒരു ഫസ്റ്റ് പെർമിഷൻ, ഒരു കൺസേൺ എടുക്കും. ക്യാൻ ഐ ടച്ച് യുവർ ഹാൻഡ്? അങ്ങനെ ഒരു കൺസേണോടെ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് തെറപ്യൂട്ടിക് ടച്ച് എന്ന് പറയും. അങ്ങനെ ചെയ്യുമ്പോൾ ആ വ്യക്തി മനസ്സിലാക്കേണ്ടത് ആരെങ്കിലും ടച്ച് ചെയ്താലോ ഒരു കൺസേണോടി കൂടെ നമുക്ക് ടച്ച് ചെയ്യണം. പിന്നെ ഒരു ബോഡി പാർട്സ് പ്രൈവറ്റ് പാർട്സ് എന്ന് പറയരുത്. തെറപ്പിസ്റ്റോട് ചോദിക്കുമ്പോൾ ബ്രസ്റ്റില് ഇങ്ങനെ വേദന ഉണ്ട്, പെനിസില് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് ഒരു പോസിറ്റീവായിട്ട് പറഞ്ഞാലോ നമുക്ക് ഈ കാര്യങ്ങൾ ഒരു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അബ്യൂസ് ഒന്ന് കുറയും. അടുത്തതായി ഒരു ബേസിക് സെക്ഷുവൽ എഡ്യൂക്കേഷൻ ആണ്. പ്രീവിയസ് സ്ലൈഡിൽ നാം കണ്ടപോലെ പിന്നെ സെക്ഷുവൽ എക്സൈറ്റ്മെന്റ് സ്റ്റേജ് എങ്ങനെയുണ്ട്, പ്ലാറ്റ്യൂ സ്റ്റേജ് എങ്ങനെയുണ്ട്, ഓർഗസം, റിസൊല്യൂഷൻ, ഒരുപാട് ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് ഈ സെക്ഷുവൽ സ്റ്റേജസിനോടി ഇതും പ്രശ്നമുണ്ടോ, മസിൽ ടെൻഷനിൽ ഇഷ്യൂസ് ഉണ്ടോ, വളരെ സെൻസേഷൻ ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് വളരെ ഒരു സെക്ഷുവൽ എഡ്യൂക്കേഷൻസ് കൊടുക്കാറുണ്ട്. അടുത്തതായി നമുക്ക് ഒരു സ്ക്രീനിങ് ടൂള്, സ്റ്റാൻഡേർഡ് സ്ക്രീനിങ് ടൂൾ ഉണ്ട്. ഓക്യുപേഷണൽ പെർഫോമൻസ് ഇൻവെന്ററി ഓഫ് സെക്ഷുവാലിറ്റി ആൻഡ് ഇന്റിമസി എന്ന് പറയുന്നത് OPC എന്ന് പറയും. ഈ സ്ക്രീനിങ് ടൂളില് 5 കാറ്റഗറീസ് ഓഫ് ഓക്യുപേഷൻ എന്ന് പറയുന്നത് സെക്ഷുവൽ ആക്ടിവിറ്റിയും, സെക്ഷുവൽ എക്സ്പ്രഷൻ, സെക്ഷുവൽ ഇന്റിമസി, സെക്ഷുവൽ ഹെൽത്ത്, ഫാമിലി പ്ലാനിങ്. പിന്നെ 4 ക്ലൈം ഫാക്ടേഴ്സ് എന്ന് പറയും. സെക്ഷുവൽ നോളേജും, പിന്നെ സെക്ഷുവൽ സെൽഫ് വ്യൂ, ഒരു വ്യക്തി തമ്മിൽ എങ്ങനെ സെക്ഷുവൽ വ്യൂ ചെയ്യുന്നു, ഞാൻ ആക്റ്റീവ് ആണോ, ഞാൻ ആക്റ്റീവ് ഇല്ല, അങ്ങനെ ചോദ്യം. പിന്നെ സെക്ഷുവൽ ഇൻട്രസ്റ്റ്, സെക്ഷുവൽ റെസ്പോൺസ്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒരു ഡിസബിലിറ്റിന്റെ ഒരു നോർമൽ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്. அந்த நார்மல் ஆக்டிவிட்டிஸ் ஆஃப் டெய்லி லிவிங் இந்த ஆக்குபേഷൻ അകത്ത് വരുന്നത് ആഹാരം കഴിക്കാൻ പോലെ, ഉറങ്ങാൻ പോലെ സെക്ഷുവൽ ആക്ടിവിറ്റിയും ഒരു നോർമൽ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് ആണ്. അതിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഒരു സ്റ്റേജസ് ഓടി, ഒരു സെക്ഷുവൽ റെസ്പോൺസ് സൈക്കിളോടി നമുക്ക് നന്നായിട്ട് കണ്ടിട്ടുണ്ട്, ഒരു ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതാണ്. പിന്നെ സെക്ഷുവൽ എൻഗേജ്മെന്റ് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് ആണ് ഈ കാര്യങ്ങൾ കുറച്ച് നന്നായിട്ട് അഡ്രസ് ചെയ്യാൻ സാധിക്കും. താങ്ക് യു. ഇതാണ് റെഫറൻസസ്. പിന്നെ ക്വസ്റ്റ്യൻസ്. താങ്ക് യു സർ. സെഷൻ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. പ്രസന്റേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ പ്രസന്റേഷനിൽ നിന്ന് പ്രത്യേകമായി മനസ്സിലാക്കുന്നത് ലൈംഗിക പ്രശ്നങ്ങൾ നമ്മൾ ഒരിക്കലും മറച്ചു വെക്കേണ്ട ഒരു കാര്യമല്ല, തുറന്നു പറഞ്ഞ് പരിഹാരം കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് അതിനുള്ള ഉത്തരങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്യേണ്ടതാണ്. അടുത്തതായി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ പ്രത്യേകമായി ഇനിയും നിങ്ങളോട് പറയാനുള്ളത്, ഈ പ്രശ്നങ്ങൾ ഒരിക്കലും മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ അല്ല, ഇതിനെല്ലാം പരിഹാരമുണ്ട്. അപ്പം ഇപ്പം സാറ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് സാർ ഇവിടെ ഉണ്ട്. ഇനി നിങ്ങൾക്കുള്ള സംശയങ്ങൾ സാറിനോട് ചോദിക്കാവുന്നതാണ്. ഓരോരുത്തരായിട്ട് ചോദിക്കണം. ഓരോരുത്തരായി മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉള്ളത് കൊണ്ട് തന്നെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഓഫ് ചെയ്ത്, ഒരു കാരണവശാലും വീഡിയോ ഓൺ ചെയ്ത് നമ്മുടെ നെറ്റ്വർക്കിനെ അത് ബാധിക്കുമായിരിക്കാം. അതുകൊണ്ട് വീഡിയോ ഓഫ് ചെയ്ത് ചോദ്യം ചോദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വെൽക്കം സർ.
ചോദ്യം ചോദിക്കട്ടെ സർ? എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു സംശയമാണ് ഈ സെക്ഷൽ പ്രോബ്ലംസ് ഡിസബിലിറ്റി ഉള്ള കുട്ടിക്ക് ഏത് ചെയ്യുമായിരിക്കും? പ്രത്യേക സ്പെസിഫിക് ഏജ് ഉണ്ടോ? ഷൈനി, അത് നമുക്ക് ഒരു പ്രത്യേകമായിട്ട് ഏജ് എന്ന് പറയാൻ പാടില്ല. നമുക്കൊരു സ്റ്റേജ്, സൈക്കോസെക്സ്വൽ സ്റ്റേജ് നോക്കിയല്ലേ, ഓറൽ, ആനൽ, ഫാലിക്, ലേറ്റൻസി, ജെനിറ്റൽ, ആ ഏജ് കൂടി നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ എല്ലാം നോക്കിയായിരുന്നു. അതിൽ ഏതെങ്കിലും സ്റ്റക്ക് ആയാലോ, ഓറൽ സ്റ്റേജ് സ്റ്റക്ക് ആയാലോ അതുപോലെ തന്നെ പ്രശ്നം ഉണ്ടാവും. ആനൽ സ്റ്റേജ് സ്റ്റക്ക് ആയാലോ അതുപോലെ തന്നെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺ ഉള്ള കുട്ടികൾക്ക് വളരെ ഫിസിക്കൽ മൈൽ സ്റ്റോൺസ് ഡിലേ ആയിരിക്കും. ആ കുട്ടികൾക്ക് പിന്നെ ആ സ്റ്റേജിൽ തന്നെ സ്റ്റക്കായും അതിലൊരു പ്രശ്നം ഉണ്ടാവും. അത് തന്നെ പ്രത്യേകമായ ഏജ് ഒന്നും ഇല്ല. ഇത് ഒരു വളരെ സൈക്കോസെക്സ്വൽ സ്റ്റേജിന് കൂടി ഒന്ന് പോകുന്നതാണ്. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളെ ഇപ്പൊ നമ്മള് കല്യാണം കഴിപ്പിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മൾ എങ്ങനെയൊക്കെയാണ്, ഏത് രീതിയിലാണ് ക്ലാസ് ആരെയാണ് സമീപിക്കേണ്ടതാണ്, എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ഉള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാം. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് കല്യാണം കഴിച്ചോളാം. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നിൽ നമ്മ ഒരു കൺസൾട്ടേഷനും നമുക്ക് നോക്കണം. ഇതെങ്കിലും പിന്നെ ആ കുട്ടികൾക്ക് ഒരു മൂവ്മെന്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കോ, പിന്നെ കോഗ്നിറ്റീവ് ഇഷ്യൂസ് ഏതെങ്കിലും ഉണ്ടോ, നമുക്ക് അവിടെ സെക്ഷുവൽ സ്റ്റേജസ് പറഞ്ഞോല ഏതെങ്കിലും സ്റ്റക്ക് ഉണ്ടോ എന്ന് നോക്കണം. അത്രേ ഉള്ളൂ. ഇതൊന്നും പ്രശ്നമില്ലല്ലോ. അതിന് നമ്മൾ ആരെയാണ് കാണേണ്ടത്? ഇങ്ങനെ ഫസ്റ്റ് ഇപ്പം നമ്മൾ കല്യാണത്തിന്റെ ഞാനൊരു 28 വയസ്സുള്ള കുട്ടിയുടെ പേരന്റ് ആണ്, ആൺകുട്ടിയുടെ. അപ്പോ അതിന് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഡൗൺ സിൻഡ്രോം കുട്ടിയാണ്. അപ്പോ നമ്മൾ അതിന് മുമ്പ് എടുക്കേണ്ട കാര്യങ്ങൾ എന്താ? ഇപ്പൊ നമ്മൾ കൗൺസിലിങ്ങിന് പോകണം, അപ്പൊ ആരെയാണ് കാണേണ്ടത്? ഇപ്പൊ ഞാൻ കേട്ടു മെഡിക്കൽ കോളേജിലൊക്കെ ഇങ്ങനെ മോഡലിംഗ് കാണിച്ചു കൊടുക്കുന്നുണ്ട്, റിലേഷനെ കുറിച്ചിട്ടുള്ള മോഡൽ. അപ്പൊ അത് ഉണ്ടോ? എവിടെയാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ടത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന്. സൗണ്ട് നോക്കണം. സൗണ്ട് ഇല്ല. സൗണ്ട് ഉണ്ടായിരുന്നോ? അപ്പൊ വന്നു. അത് ആക്ച്വലി നമുക്ക് വളരെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം അപ്രോച്ച് ആണ്. മുതൽ നമുക്ക് ഒരു സൈക്കാട്രിസ്റ്റ് നോക്കണം. പിന്നെ നമുക്ക് ഇവിടെ ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് നോക്കിയാലോ അവർ എല്ലാ കാര്യങ്ങളും ഒന്ന് വളരെ ഓക്യുപേഷണലി എല്ലായിട്ടും ഒന്ന് ശരി ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യും. അതിൽ പിന്നെ മോഡലായിട്ട് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കും. ഇമ്പൾസ് കൺട്രോൾ നമുക്ക് ഇനി കണ്ടല്ലേ, നമുക്ക് അത് കണ്ടതുപോലെ എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു കൊടുക്കും. ഒരു മാനസിക പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൈക്കോളജിസ്റ്റ് അയക്കും. മസിൽസ് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഫിസിയോതെറപ്പിസ്റ്റ് അയക്കും. അത് വളരെ ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആണ്. അത് കൂടി എല്ലാം നമുക്ക് പോയാലോ ഈ പ്രശ്നമാണ് നമുക്ക് നന്നായിട്ട് ഉറപ്പായിട്ട് തെളിവുണ്ടാവും, ഒരു ക്ലിയറൻസ് ഉണ്ടാവും. താങ്ക് യു. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ ഡൗൺ സിൻഡ്രോം കുട്ടികളെ മാത്രമല്ല, ഈ സ്പെഷ്യൽ നീഡ് കുട്ടികൾ തന്നെ ഇപ്പൊ നമ്മള് സെയിം ഏജ് ഗ്രൂപ്പിനെ കാണുമ്പോൾ, അപ്പൊ ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും അവരെ ഓപ്പോസിറ്റ് ജെൻഡറിനെ കാണുമ്പോൾ അവരെ ഒന്ന് ടച്ച് ചെയ്ത് നിൽക്കുക. പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് കമിഴ്ന്ന് കിടന്ന് റബ്ബ് ചെയ്യുക. അങ്ങനെയൊക്കെ നമ്മൾ പാരന്റ്സ് കാണുമ്പോൾ അയ്യോ അത് നീ എന്താ ചെയ്തേ തെറ്റാന്നും പറഞ്ഞിട്ട് ഒരു വല്ലാത്തൊരു രീതിയിൽ അവരോട് പെരുമാറുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ അത് എങ്ങനെയാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്? അത് ഓപ്പോസിറ്റ് ജെൻഡറിനെ കാണുമ്പോൾ നമ്മൾ ഈ സ്പെഷ്യൽ ചില കുട്ടികളൊക്കെ അവരെങ്ങനെ ടച്ച് ചെയ്യും, ഇങ്ങനെ മുട്ടി ഉരുമി നിൽക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അതേപോലെ തന്നെ ആ ഒരു വീട്ടിലൊക്കെ ഇരിക്കുമ്പം കമിഴ്ന്ന് കിടന്നിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യാം, ബെഡിലൊക്കെ റബ്ബ് ചെയ്ത. അപ്പൊ നമ്മൾ പാരന്റ്സ് ചീത്ത പറയും, മിക്ക പാരന്റ്സും പറയും അത് പാടില്ല, എന്തോ ഒരു തെറ്റാണ് അങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഞാൻ അങ്ങനെ ഒരു ഇതിൽ ഇടപെടുന്ന ആളായതുകൊണ്ട് തന്നെ കുറെ പേര് ചോദിക്കാറുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്. ചിലവർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും ഈ ഡിസ്ചാർജ് ഒക്കെ നമ്മുടെ അണ്ടർവെയറിലൊക്കെ കാണുമ്പോൾ എന്താണ് എൻ്റെ കുട്ടിക്ക് എങ്ങനെയെന്നൊക്കെ ഉള്ള ഒരു പ്രശ്നം പലരും ചോദിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്? ഈ കുട്ടിയെ എങ്ങനെ എന്ത് രീതിയിലാണ് അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇപ്പം
പബ്ലിക്കായിട്ടാണ് ഇവരത് ചെയ്യാം, അവർക്ക് അറിയില്ല അതെന്താണ്. അപ്പൊ അങ്ങനെ ഒന്ന് അതിന്റെ ഒരു ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്തെങ്കിൽ. മാഡം ഇത് ഓക്കെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവർ പബ്ലിക് പ്ലേസിൽ മാസ്റ്റർബേഷൻ ചെയ്യുന്നത്, റബ് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് സെക്സ് ആൾക്കാരെ പാക്കുമ്പോ അതൊക്കെ അവർക്കൊരു നമുക്ക് 2 ആക്ടിവിറ്റി കണ്ടല്ലേ, സോളിറ്ററി സെക്ഷുവൽ ആക്ടിവിറ്റി ആണ് അവർ ചെയ്യുന്നത്. അപ്പൊ അത് എന്തൊക്കെയോ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഓക്യുപേഷൻ തെറപ്പിസ്റ്റ് ഒന്ന് കാണണം. അത് ഒരു പ്രൈവറ്റ് ഏരിയയില്, ക്ലോസ്ഡ് ഏരിയയില്, ബാത്റൂമില് അങ്ങനെ പോയി ചെയ്യണം. അവർ പ്രാക്ടീസ് കൊടുക്കും. അതാണ് ഇതിലുള്ള കാര്യം. പിന്നെ അവർക്ക് നന്നായിട്ട് അവരുടെ ബുദ്ധി അനുസരിച്ച് അവരുടെ ഒരു ഇവാലുവേഷൻ ചെയ്ത് അവർക്ക് ഒരു പറഞ്ഞു കൊടുക്കും. അതാണ് ഇതിലുള്ള കാര്യം. പിന്നെ അതില് തെറ്റോ പില്ലെങ്കിൽ ചീത്ത പറയുന്ന കാര്യങ്ങൾ അതെല്ലാം അത് കുറയ്ക്കണം. നമുക്ക് അതൊരു റെഡ്യൂസ് ചെയ്യണം. അവർക്ക് വാല്യൂ ക്ലാരിഫിക്കേഷൻ ചെയ്ത് കൊടുക്കണം. ഓക്യുപേഷൻ തെറപ്പിസ്റ്റ് കണ്ടാൽ മതി. ഓക്കെ സർ, താങ്ക് യു. സർ നമസ്കാരം. അതിനോടനുബന്ധിച്ചിട്ട് തന്നെ ഒരു ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. ഹലോ സർ, അതിനോടനുബന്ധിച്ചിട്ട് തന്നെ ഒരു സംശയമാണ്. അപ്പൊ ഈ കുട്ടികളെ, ഡൗൺ സിൻഡ്രോം കുട്ടികളെ തന്നെയാണ് ചോദിക്കുന്നത്. അവര് കല്യാണം കഴിഞ്ഞാൽ സെക്സ് പരമായിട്ട് അവർക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരെ ഹെൽത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ? ഹലോ, നമുക്ക് അതൊന്നും ഹെൽത്ത് അഫക്റ്റ് ആയില്ല. അത് നോർമൽ സെക്ഷൽ ആക്ടിവിറ്റി ആണ്. സെക്ഷൽ ആക്ടിവിറ്റി നമുക്ക് ഇതിനകത്തെ പറഞ്ഞത് കഴിക്കാൻ പോലെ, നമുക്ക് ഉറങ്ങാൻ പോലുള്ള നോർമൽ ആക്ടിവിറ്റി ആണ്. അതിലൊന്നും പ്രശ്നം വരുന്നില്ലല്ലോ. അവർക്ക് ഏതെങ്കിലും ഫിസിക്കൽ ഇഷ്യൂസോ ഹാർട്ട് ഇഷ്യൂസോ അല്ലെങ്കിൽ വേറെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് പറയുന്നത്. സെക്ഷൽ ആക്ടിവിറ്റി പിന്നെ നമുക്കത് എക്സൈറ്റ്മെന്റ് സ്റ്റേജ് ഉണ്ടല്ലോ, അതിൽ കുറച്ച് ബ്ലഡ് പ്രഷറും ഹാർട്ട് റേറ്റും ഇൻക്രീസ് ആകുന്നത് നോർമൽ സെക്ഷൽ ആക്ടിവിറ്റിന്റെ ഒരു സ്റ്റേജസ് ആണ്. അപ്പം ഒരു ഹാർട്ട് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ, ഡൗൺ സിൻഡ്രോം ഹാർട്ട് ഇഷ്യൂസ് ഉള്ളവർക്ക് പിന്നെ അതിനനുസരിച്ച് ഏതെങ്കിലും ചെയ്യാനുണ്ടോ ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് ആണ് അത് കൊണ്ട് അഡ്രസ് ചെയ്യും. മനസ്സിലായല്ലേ? ആൻസർ മനസ്സിലായിരുന്നോ അമ്മ? ആൻസർ മനസ്സിലായിരുന്നോ? സാറ് പറഞ്ഞത് നമ്മുടെ ദൈനംദിന പ്രവർത്തികളിൽ ഒരെണ്ണമാണ് സെക്സ് എന്നുള്ള ആക്ടിവിറ്റി. അത് ബാക്കി ഉറങ്ങുന്നത് പോലെ ബാക്കിയുള്ള ആക്ടിവിറ്റി ഒരു ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ സെക്സ് ചെയ്യുന്നത് കൊണ്ട് ഹെൽത്തിനെ എഫക്ട് ചെയ്യില്ല. പക്ഷെ എന്നാൽ ഇതുമായിട്ട് അനുബന്ധിച്ച് ഹാർട്ടിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഒരു ഓക്യുപേഷണൽ തെറപ്പിസ്റ്റിന്റെ ഗൈഡൻസോട് കൂടി അവർക്ക് കറക്റ്റ് അസസ്മെന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സെക്ഷുവൽ ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ പ്രശ്നമില്ലായിരിക്കാം. കാരണം ഈ സെക്ഷുവൽ എക്സൈറ്റ്മെന്റ് സ്റ്റേജിൽ ഹാർട്ട് റേറ്റ് കൂടുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സാർ മെൻഷൻ ചെയ്തിരുന്നല്ലോ. അപ്പം ഹാർട്ടിന് പ്രോബ്ലം ഉള്ള കുട്ടികൾക്ക് കുറച്ച് പ്രിക്കോഷൻസ് എടുക്കേണ്ടി വരും. അല്ലാതെ ഒരു ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ് തന്നെയാണ്. സെക്ഷുവൽ ആക്ടിവിറ്റി ഒരിക്കലും കുട്ടിയുടെ ഹെൽത്തിനെ അഫക്ട് ചെയ്യില്ല എന്നാണ് സാറ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു സാർ. നമസ്കാരം സാർ. നമസ്കാരം സാർ. നമസ്കാരം. ഞാനൊരു ഓട്ടിസം കുട്ടിയുടെ പാരന്റ് ആണ്. മോള് 18 വയസ്സായ മോളാണ് എനിക്കുള്ളത്. അപ്പൊ ഞാൻ അവൾക്ക് വേണ്ടിയല്ല, അതുപോലത്തെ മറ്റ് പാരന്റ്സിനും കൂടി വേണ്ടിയാണ് ചോദിക്കുന്നത്. ഞാൻ 1-2 പേരോട് ഈ കാര്യം സംസാരിച്ചിരുന്നു. ഓട്ടിസം കുഞ്ഞ് മേലെ ചോദിച്ച പോലെ കല്യാണം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ അന്വേഷിച്ച ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നോട് പറഞ്ഞത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതേപോലെയുള്ള ഓട്ടിസം ഉള്ള കുട്ടികൾ തന്നെ ഉണ്ടാവുമെന്ന്. ഞാനത് വിശ്വസിക്കുന്നില്ല. അത് ശരിയാണോ അല്ലേ എന്നാണ് എനിക്ക് അറിയേണ്ടത്. അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? പെൺകുട്ടിയാണ് എനിക്കുള്ളത്. ഏജ് എത്ര? 18 ഫിനിഷ്ഡ്. 18. ഓക്കെ. അത് വളരെ ഞാൻ പറഞ്ഞ പോലെ സെക്ഷൽ ആക്ടിവിറ്റി എന്നത് ഒരു നോർമൽ ആക്ടിവിറ്റീസ് ആണ്. ഓട്ടിസം കുട്ടികൾക്ക് കല്യാണം കഴിക്കാം. പിന്നെ പ്രീവിയസ്ലി നമുക്ക് ഓക്യുപേഷണൽ തെറപ്പിയും പിന്നെ സൈക്കോളജി ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവളൊരു എന്താ പറയാ സാവൻ സ്കില്ലുള്ള ഒരു കുട്ടി കൂടിയാണ്. നല്ലൊരു സിംഗറാണ്. 5 ഭാഷയിൽ പാട്ട് പാടും. കാര്യങ്ങളൊക്കെ അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും ഓട്ടിസത്തിൻ്റെതായ ചില എന്താ പറയാ ക്യാരക്ടറിസ്റ്റിക്സ് ഇപ്പോഴും നിലവിലുണ്ട്. 80% ഓട്ടിസ്റ്റിക് തന്നെയാണ്. ഇപ്പോ ട്രെയിനിങ്ങിലൂടെ 12 വർഷത്തെ ട്രെയിനിങ്ങിലൂടെ ആള് ഒരുപാട് ഓക്കെ ആയിട്ടുണ്ട്. നല്ലൊരു സിംഗറാണ്. ഇപ്പം സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഹൈ ഫങ്ഷൻ ഓട്ടിസം എന്ന് പറയും. അവരുടെ എക്സ്ട്രാ സ്കിൽസും അവർ ഉണ്ടായിരിക്കും.
അപ്പൊ അവര് നമുക്ക് ലൈഫ് പാർട്ട്ണറോട് നമുക്ക് കുറച്ച് അങ്ങനെ മോഹ മോഡലിന് പറഞ്ഞ പോലെ അവർക്കൊരു മോട്ടിവേഷനും ലൈഫ് പാർട്ട്ണറോട് അടുത്ത പാർട്ട്ണറോട് കുറച്ച് കൗൺസിലിംഗ് ചെയ്യാറുള്ള കാര്യം ഉണ്ടാവും. അതൊരു ഓക്യുപേഷൻ തെറപ്പിസ്റ്റ് നമുക്ക് കൺസൾട്ട് ചെയ്താലോ അത് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കട്ടെ? അത് പൊതുവെ അങ്ങനെ എനിക്ക് അറിയില്ല, പാരന്റ്സ് പറയാറുണ്ട് ഈ ഓട്ടിസം കുട്ടികൾക്ക് ഇങ്ങനെ സെക്ഷൽ ഫീലിങ്സ് മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. അതിലെന്തെങ്കിലും ശരിയുണ്ടോ? ഡൗൺ സിൻഡ്രോം, സെറിബ്രൽ പൾസി, എന്താ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഒക്കെ ഉള്ള കുട്ടികളെക്കാളും കൂടുതൽ ആയിരിക്കും ഇവരുടെ സെക്ഷൽ ഫീലിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്ത് എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഒരു ഇതിനൊക്കെ പോകുമ്പോൾ അവര് നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അവര് ചിലപ്പോൾ അവര് അറിയാതെ ആയിരിക്കും. അപ്പൊ അതൊരു ശരിയാണോ അല്ലെങ്കിൽ ഒരു തെറ്റായ ധാരണ ആണോ? അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അത് തെറ്റല്ല. പിന്നെ അവർക്ക് അത് ലിബിഡോ ഇഷ്യൂസിന്റെ ഒരു കൂടുതൽ കുറവ് സെൻസേഷൻ ഉണ്ടായിരിക്കും. അതൊരു നോർമൽ ആക്ടിവിറ്റി ആണ് അവർക്ക്. അവരോട് പിന്നെ ആ കാര്യങ്ങൾ അവർക്ക് ചെയ്യുമ്പോൾ ഒരുവേള എക്സ്പീരിയൻസും എക്സ്പ്ലോറേഷൻസും ഇല്ലാത്ത കാര്യത്തോട് ഇമീഡിയറ്റ് എക്സ്പീരിയൻസ് ആകുമ്പോൾ അവർക്ക് അധികമായിട്ട് തോന്നും. അത്രയേ ഉള്ളൂ. ഇതൊരു നോർമൽ ആണോ? ക്ലിയർ ആയിരുന്നു സാർ? ആദ്യം ലിബിഡോയെ പറ്റി പറഞ്ഞിരുന്നു, സെക്ഷുവൽ ഡിസയർ. അപ്പം അത് നോർമൽ ആയിട്ടുള്ള ആൾക്കാരുടെ സെക്ഷുവൽ ലിബിഡോയെ പറ്റി സാർ പറഞ്ഞു. അപ്പം ഈ ഓട്ടിസം ഉള്ള കുട്ടികൾക്കാണെങ്കിലും ഭിന്നശേഷിയുള്ള കുട്ടികൾക്കാണെങ്കിലും ലിബിഡോയുടെ ലെവൽ ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. പിന്നെ മാത്രമല്ല നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് സെക്ഷുവൽ ആക്ടിവിറ്റി, സെക്ഷുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അവർ സിനിമയിൽ കൂടിയാണെങ്കിലും ബാക്കിയുള്ളവർ ചെയ്യുന്നത് കണ്ട് അങ്ങനെ പല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഓട്ടിസം ഉള്ളവർക്ക് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും അത് ഒരു എക്സ്പോഷർ കിട്ടുന്നത്. അപ്പൊ അതിനോട് എങ്ങനെയാണ് ചിലപ്പോൾ പ്രതികരിക്കേണ്ടതെന്ന് ആ കുഞ്ഞിനെ അറിയാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്നത്. ഇതാണ് സാർ പറഞ്ഞത്. ഓക്കെ സർ, താങ്ക് യു. ഹലോ സർ, എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ചോദിക്കാമല്ലോ അല്ലെ? സമയം കഴിഞ്ഞു. ക്ലിയർ ആകുന്നില്ല, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുമോ? ഹെഡ്ഫോൺസ് എന്തെങ്കിലും വെച്ച് ക്ലിയർ ആവുമായിരിക്കും. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. ഓക്കെ, എനിക്ക് ചോദിക്കാനുള്ളത് മസ്കുലർ ഡിസ്ട്രോഫി വന്ന പേഷ്യൻസ് ഉണ്ടല്ലോ. മസ്കുലർ ഡിസ്ട്രോഫി വന്ന പേഷ്യൻസിന്റെ സെക്ഷുവൽ ആക്ടിവിറ്റിയിലുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാ? മസ്കുലർ ഡിസ്ട്രോഫിന്റെ പേഷ്യൻസ് മസിൽ വീക്ക്നെസ്സസ് ഉണ്ടായിരിക്കും അല്ലേ? സെക്ഷുവൽ എക്സ്പ്രഷൻ ചെയ്യുമ്പോൾ എനർജി കൺസർവേഷൻ, അതാണ് ഞാൻ പറഞ്ഞത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെക്ഷുവാലിറ്റി ആൻഡ് സെൻഷ്വാലിറ്റിനെ അതൊരു ഫാക്ടേഴ്സ് ആണ്. എനർജി കൺസർവേഷൻസ് ഒരു ടിപ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കണം, പൊസിഷൻസ് പറഞ്ഞു കൊടുക്കണം. അതിന്റെ പാർട്ട്നേഴ്സ് മേ ബി മസ്കുലർ ഡിസ്ട്രോഫിയുള്ള ആൾക്കാർക്ക് വലുതാവുള്ള ഈക്വൽ പാർട്ട്നേഴ്സിന്റെ ആക്ടിവിറ്റി മോർ ആയിരിക്കും ഇവരെ കാട്ടിലും. അപ്പൊ അതൊരു ഫാമിലി കൗൺസിലിംഗ് ഓടി இந்த ஆக்டிவிட்டி எல்லாம் എന്ത് മസിൽസ്, ഏത് മസിൽസ് ആണ് തളർവാണോ അല്ലെങ്കിൽ മസിൽസ് മുറുക്കം എങ്ങനെ ഉണ്ട്, ആ കാര്യങ്ങളെല്ലാം ഒന്ന് ഈക്വൽ പാർട്ട്നേഴ്സും കൂടി ഒന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കും. അപ്പോൾ ജോയിന്റ് പ്രൊട്ടക്ഷൻ ടെക്നിക്സും എനർജി കൺസർവേഷൻ ടെക്നിക്സും ഇതിനകത്തെ ഒരു ടിപ്സും ഓക്യുപേഷണൽ തെറപ്പിസ്റ്റും ഫിസിയോതെറപ്പിസ്റ്റും ഇതിൽ കുറച്ച് ഒരുപാട് ഇന്ററാക്ഷൻ ചെയ്യുന്നുണ്ട്. മനസ്സിലായായിരുന്നോ അമ്മ? അല്ല, അപ്പൊ അതിൽ വരാൻ സാധ്യതയുള്ള ലിമിറ്റേഷൻസ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റും? ലിമിറ്റേഷൻസ് ആണ് ഇപ്പൊ സാറ് പറഞ്ഞത്. എന്താന്ന് വെച്ചാൽ മസ്കുലർ ഡിസ്ട്രോഫി ഉള്ള ആളുകൾക്ക് മസിലുകൾക്ക് കുറച്ച് തളർച്ച പോലെ അനുഭവപ്പെടാമല്ലോ, അത് അനുഭവപ്പെടാം. പിന്നെ ജോയിന്റിനുള്ള പ്രോബ്ലംസ് കാണാം. പിന്നെ സെക്ഷുവൽ ആക്ടിവിറ്റിയുടെ സമയത്ത് ഇവർക്ക് എനർജി കൺസർവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാണാം. ഇതൊക്കെ ഒരു പരിധി വരെ ഡിഫറെന്റ് പൊസിഷൻസ് അഡോപ്റ്റ് ചെയ്യും. സെക്ഷുവൽ ആക്ടിവിറ്റീസ് ഉള്ള പൊസിഷൻസിൽ
ഡിഫറെന്റ് രീതിയിലുള്ള പൊസിഷൻസ് അഡോപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും. ഇതൊരു ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ അസസ്മെന്റ് കഴിയുമ്പോഴത്തേക്കും ആ മസിൽസിന്റെ തളർച്ചയാണോ അതോ മുറുക്കമാണോ, ജോയിന്റിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൊസിഷൻസ് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ആ സെക്ഷൽ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് അവർ ഡിഫറെന്റ് ഓൾട്ടർനേറ്റീവ്സ് പറഞ്ഞു കൊടുക്കും. ഉദാഹരണത്തിന് ലൈംഗിക ആക്ടിവിറ്റിയിൽ എനർജി എങ്ങനെ കൺസർവ് ചെയ്ത് നമുക്ക് ആ ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, ജോയിന്റ്സ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ പറ്റും, വേറെ എന്തെങ്കിലും ഡിഫറെന്റ് പൊസിഷൻസിലൂടെ ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ഒരു ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ലിമിറ്റേഷൻസ്. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം പല മസ്കുലർ ഡിസ്ട്രോഫിയിൽ തന്നെ പല കണ്ടീഷൻസ് ഉണ്ടല്ലോ. അപ്പൊ പലരും പല രീതിയിലായിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ കണ്ടീഷന് വ്യത്യാസമായിരിക്കും, അതിനകത്തുള്ള എന്താ അവസ്ഥ വ്യത്യാസമായിരിക്കും. പല ടൈപ്പിലും ലിമിറ്റേഷൻസ് എന്നല്ലേ? ഓക്കെ, അപ്പം അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് ആദ്യം. എനിക്ക് മറ്റൊരു സംശയം കൂടി അതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതില് ഇപ്പം സ്ത്രീകളാണ് ഇപ്പം മസ്കുലർ ഡിസ്ട്രോഫി ഉള്ളതെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സെക്ഷൽ ആക്ടിവിറ്റിന്റെ ഇടയിൽ എന്തെങ്കിലും നിർത്തിവെക്കേണ്ടതായിട്ടോ, അതായത് ഇപ്പം പുരുഷന്മാരുടെ ആ ഒരു ഇജാക്കുലേഷൻ സംഭവിക്കാണ്ട് ഇരിക്കെ അവർക്കത് നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥ വരികയോ, അല്ലെങ്കിൽ അത് പിന്നെ അവർക്കത് ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നുള്ളതാണ്. അങ്ങനെയല്ല. ഐ മീൻ ഇത് വളരെ ആക്ച്വലി നമുക്ക് അത് സ്റ്റേജ് ഉണ്ടല്ലോ, എക്സൈറ്റ്മെന്റ് സ്റ്റേജ്, ഓർഗസം സ്റ്റേജ്, പിന്നെ റിസൊല്യൂഷൻ സ്റ്റേജിന് വരുമ്പോ സ്ത്രീമാർക്ക് റിഫ്രാക്റ്റീവ് പീരീഡ് ഇല്ല. പുരുഷന്മാർക്ക് റിഫ്രാക്റ്റീവ് പീരീഡ് ഉണ്ട്. പെട്ടെന്ന് അവർക്ക് സെക്കൻഡ് അറൗസൽ സ്റ്റേജ് എത്താൻ സാധിക്കില്ല. അപ്പം നമുക്ക് ഈ കാര്യങ്ങളുണ്ട് സെക്ഷൽ ഹിസ്റ്ററിയിലൂടെയും അനാലിസിസ് കൂടിയും നമുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പ്ലാൻ ചെയ്യും. അപ്പൊ പ്ലാനും ഒരു ഇംപ്ലിമെന്റേഷൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ മേ ബി അവർക്ക് ഒരു തെളിവായിട്ട് പറഞ്ഞു കൊടുക്കും. ഒരു ഡിസബിലിറ്റി മസ്കുലർ ഡിസ്ട്രോഫി പെണ്ണുകൾക്ക് നോർമൽ പുരുഷന്മാരല്ലേ, അതാണ് ചോദിക്കുന്നത്. അപ്പൊ അവർക്ക് ഒരു ഫാസിനേറ്റിങ്ങും അവർക്ക് വളരെ സർട്ടൻ ടെക്നിക്സ് ഇവർക്ക് കുറച്ച് സമയം എടുത്ത് റിസൊല്യൂഷൻ സ്റ്റേജ് എത്താറുണ്ട്. അപ്പൊ രണ്ടുപേർക്കും ഒരു സെയിം ആയിട്ട് ആ സ്റ്റേജ് വരാൻ പാടില്ലായിരിക്കും അക്കോർഡിംഗ് ടു ദ ഡിഫിക്കൽട്ടീസ്. അപ്പൊ അത് തന്നെ ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് ആ സ്റ്റേജ് അനുസരിച്ച് അനാലിസിസും ഔട്ട്കംസും ചെയ്യുന്നുണ്ട്. അത് നമുക്കൊരു അസസ്മെന്റ് പറഞ്ഞ ഞാനൊരു അസസ്മെന്റ് പറഞ്ഞായിരിക്കും, ഓക്യുപേഷണൽ തെറപ്പി OPSC ഒരു അസസ്മെന്റ്, അതിന്റെ കോമ്പണൻസും ഓക്യുപേഷൻ അതാണ് പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അത് അസസ്മെന്റ് എടുക്കുമ്പോൾ മസിൽ അഫക്റ്റ് ആകുന്നുണ്ടോ, അതിന്റെ ഒരു അലേർട്ട്നെസ് ഏജ് അറൗസൽ സ്റ്റേജ് പാർട്ട്നേഴ്സ് കുറയുന്നുണ്ടോ, അതെങ്കിലും നമുക്ക് കൗൺസിലിംഗ് ഓടി നമുക്ക് പറഞ്ഞു കൊടുക്കും. മനസ്സിലായല്ലേ? ചാറ്റ് ബോക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്യുപേഷണൽ പെർഫോമൻസ് ഇൻവെന്ററി ഓഫ് സെക്ഷൽ ഇന്റിമസി എന്ന് പറയുന്നത് OPISI. ചോദിക്കുന്നത് ചാറ്റ് ബോക്സിൽ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? വേറൊരു കാര്യം കൂടി എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ക്ലിയർ ആകുന്നല്ലോ, ക്ലിയർ ആയി ചോദിക്കാമോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. ഇപ്പം നമ്മൾ മസ്കുലർ ഡിസ്ട്രോഫി പേഷ്യൻസിന്റെ പാരന്റ്സുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇവർക്ക് മാസ്റ്റർബേഷൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇല്ലല്ലോ. നമുക്കത് ഹ്യൂമൻ സെക്ഷൽ ആക്ടിവിറ്റിയിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രണ്ട് ആക്ടിവിറ്റി, അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റിയാണ് മാസ്റ്റർബേഷൻ. സെൽഫ് സ്റ്റിമുലേഷൻ ചെയ്ത് അവര് ഓർഗസം സ്റ്റേജിലേക്ക് എത്തുകയാണ്. അതൊരു വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അപ്പൊ അവർ തമ്മിലെ സെക്ഷൽ ആക്ടിവിറ്റി പൂർത്തിയാകും, ആ സെക്ഷൽ ഡെയിലി ലിവിങ് സ്കില്ല് അവർക്ക് പൂർത്തിയാകും, പ്രശ്നമില്ല.
അതിന് സെക്സ് ടോയ്സ് യൂസ് ചെയ്യുന്നതിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പൊ ഫിസിക്കലി അവരുടെ ആ ഒരു ഫെറ്റിഗ്നെസ്സും അല്ലെങ്കിൽ വീക്ക്നെസ്സും കൺസിഡർ ചെയ്തിട്ട് ആ ഒരു സെക്സ് ടോയ്സ് യൂസ് ചെയ്യുന്നതിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ സെക്ഷുവൽ ടോയ്സ് യൂസ് ചെയ്യുന്നത് ഒരു ഹൈജീനിക് കൂടി നമുക്ക് ഒരു ടീം അപ്രോച്ച് ഉണ്ട്. മെഡിക്കൽ ഡോക്ടറോടെയും സെക്ഷുവോളജിസ്റ്റോടെയും സൈക്കോളജിസ്റ്റോടെയും നമുക്ക് കൺസൾട്ടേഷൻ ചെയ്യണം. അവർക്ക് ഒരു സെക്ഷൽ ഹൈജീനിക് ആക്ടിവിറ്റി ഇല്ലെങ്കിൽ അവർ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കും. സെക്ഷൽ ടോയ് പിന്നെ അവർ യൂസ് ചെയ്തിട്ട് വളരെ ക്ലീൻ ചെയ്യാത്ത കൊണ്ട് പിന്നെ നമുക്ക് യൂസ് ചെയ്താലോ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയേ ഉള്ളൂ. പിന്നെ വേറെ എന്തു പ്രശ്നമില്ല. അവര് സെക്ഷൽ ആക്ടിവിറ്റി പിന്നെ ഓർഗസം സ്റ്റേജ് എത്തുകയാൾക്ക് സ്റ്റിമുലേഷൻ സ്റ്റേജ് അവർക്ക് ചെയ്യാം, കുഴപ്പമില്ല. ചില പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിപ്പം തന്നെ അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം മറ്റൊരാളുടെ ഫാമിലിന്റെ സപ്പോർട്ട് പറയാമോ? കേൾക്കുന്നുണ്ടോ? അത് തന്നെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പാരന്റ്സിന്റെ സപ്പോർട്ട് എടുക്കാമോ? അതാണോ ചോദ്യം? അത് തന്നെ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പാരന്റ്സിന്റെ സപ്പോർട്ട് എടുക്കാമോ, അങ്ങനെയാണോ ചോദിച്ചത്? അല്ലല്ല, പാരന്റ്സിന്റെ അല്ലെങ്കിൽ സിബ്ലിങ്സിന്റെ സപ്പോർട്ട് എടുക്കേണ്ട ഒരു അവസ്ഥയാണ് പിന്നെ നമുക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം അത് എങ്ങനെയാണ് നമുക്ക് പാരന്റ്സിനെ അല്ലെങ്കിൽ സിബ്ലിങ്സിനെ ഓക്വേർഡ് അല്ലാണ്ട് പറഞ്ഞ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ആ ഒരു സെക്സ് ടോയ്സ് യൂസ് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും? പിന്നെ ആക്ച്വലി ഇത് ഈ മസ്കുലർ ഡിസ്ട്രോഫിയിലെ ആ ടൈപ്പിലുള്ളവർക്ക് ഹെറ്ററോസെക്ഷൽ സാധ്യം ഇല്ലെങ്കിൽ സോളിറ്ററി സെക്ഷൽ ആക്ടിവിറ്റി അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്താലോ ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു മാനസികമായിട്ട് പ്രശ്നം വരുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് കൺസൾട്ടേഷൻ പാരന്റോടി നമുക്ക് എടുക്കാം. അപ്പൊ അവർക്ക് അത് പറഞ്ഞു കൊടുക്കണം. അതുക്കാണ് കാര്യങ്ങളെല്ലാം ഇവിടെ ഇതിനകത്ത് ഉണ്ട്. മനസ്സിലായില്ലേ? നമ്മളിപ്പം ഒരു മസ്കുലർ ഡിസ്ട്രോഫി പേഷ്യൻസിന്റെ സെക്ഷുവാലിറ്റി ആയിട്ട് ഡീൽ ചെയ്യുകയാണെങ്കിൽ ബേസിക്കലി കൺസിഡർ ചെയ്യേണ്ട 4 കാര്യങ്ങൾ ഒരു സൈക്കോളജിസ്റ്റ്, സെക്സോളജിസ്റ്റ്, ഒരു ഡോക്ടർ, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, അല്ലേ? അതെ, ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആണ്. അത് ഞാൻ പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞ പോലെ ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് എന്തൊക്കെയോ ഈ കാര്യങ്ങൾ അഡ്രസ് ചെയ്യുന്നത് സെക്ഷൽ ആക്ടിവിറ്റി ഒരു നോർമൽ ആക്ടിവിറ്റീസ് ഡെയിലി ലിവിംഗ് അകത്ത് വരുന്നത് അത് ബുദ്ധിമുട്ടുള്ള അത് നോർമൽ ആക്ടിവിറ്റിന്ന് പറയാൻ പോകുന്ന കാര്യമാണ് ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് പറയുന്നത്. പിന്നെ ഈ കാര്യങ്ങൾ ഒരു എല്ലാം വരുമ്പോൾ അവര് തനിയായി നോക്കൂല്ല, അതൊരു ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് നോക്കും. ഹൈജീനിക് ഉണ്ടല്ലോ, നമുക്ക് സെക്ഷൽ ടോയ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഹൈജീനിക് ഉണ്ടായിരിക്കും, അല്ലെ? അപ്പോ പിന്നെ അത് ഒരു അതിന്റെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയനും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ അതൊക്കെ നോക്കണം. പിന്നെ പാരന്റ്സ് ഒക്കെ അതൊന്ന് സ്റ്റിഗ്മറ്റൈസ് ഉണ്ടെങ്കിൽ അതൊരു പറഞ്ഞു കൊടുക്കണം. പിന്നെ നോർമൽ 2 ആക്ടിവിറ്റിയാണ്, സോഷ്യൽ സെക്ഷൽ ആക്ടിവിറ്റിയും പിന്നെ തമ്മിൽ ചെയ്യുന്ന സോളിറ്ററി ആക്ടിവിറ്റിയും. അപ്പൊ ഇത് കാര്യങ്ങൾ സോളിറ്ററി ആക്ടിവിറ്റിനകത്ത് ഇടങ്ങും. അപ്പൊ അവർ ചെയ്യുമ്പോൾ അവർ സാറ്റിസ്ഫാക്ഷൻ ഓർഗസം സ്റ്റേജ് എത്തുവാനല്ലേ, പിന്നെ അവർ കുറച്ച് അപ്പൊ ആ ആക്ടിവിറ്റി ഒന്ന് പൂർത്തി ചെയ്യുമല്ലേ. അതാണ് ഇത് കാര്യങ്ങൾ. പാരന്റ്സ് കൗൺസിലിംഗ് സ്റ്റേജും വാല്യൂ ക്ലാരിഫിക്കേഷൻ ഞാനൊരു സ്ലൈഡിൽ പറഞ്ഞല്ലേ, ആ സ്റ്റൈലിലെ വീഡിയോസും പിന്നെ ആർട്ടിക്കിൾസും ട്രെയിനിങ്ങും അതുപോലെ വളരെ ഒരു സെൻസിറ്റീവ് സെമിനാർ ട്രെയിനിങ് ഉണ്ട്. പാരന്റ്സ് കൂടെ സെമിനാറും വ്യക്തികൾക്ക് സെമിനാർ ആ കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞു. ഇതിന് സെക്ഷൽ വർക്കേഴ്സിന്റെ ഹെൽപ്പ് ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ? എന്താണ് ക്വസ്റ്റ്യൻ? മനസ്സിലായില്ലല്ലോ. അങ്ങനെയുള്ള ഒരു പേഷ്യന്റുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമ്മള് ഇപ്പം അവര് മാരീഡ് അല്ലെന്ന് കരുതുക, അവർക്ക് മാരി ചെയ്യാനുള്ളൊരു സാഹചര്യമോ അവസ്ഥയോ അല്ല എന്ന് കരുതുകയാണെങ്കിൽ സെക്ഷുവൽ വർക്കേഴ്സിന്റെ ഹെൽപ്പ് എടുക്കാമോ എന്നാണോ ചോദിച്ചത്? അതെ. അവർക്ക് ഒരു പേഷ്യന്റ് അവർക്ക് മാരി ചെയ്യാനുള്ള അവസ്ഥയല്ല, അപ്പൊ അവർക്ക് സെക്ഷുവൽ വർക്കറിന്റെ ഹെൽപ്പ് എടുക്കാമോ? അത് നമുക്ക് ഒരു അസസ്മെന്റ് ഉണ്ടല്ലോ, നമുക്ക് അസസ്മെന്റ് എടുത്ത് അവര് എന്തൊക്കെയാണ് പ്രോബ്ലം ഉണ്ടെന്ന് നോക്കിയിട്ട് ഇത് വളരെ ഒരു മുന്നോട്ട് പോവാമെങ്കിൽ നമുക്കൊരു സൈക്കാട്രിസ്റ്റ് ഒപ്പീനിയനും സെക്ഷുവോളജിസ്റ്റ് ഒപ്പീനിയനും അത് ഞാൻ പറഞ്ഞ പോലെ മൾട്ടി ഡിസിപ്ലിനറി ടീം അപ്രോച്ചോടി നമുക്ക് അതുകൊണ്ട് തീരുമാനിക്കാം.
Thank you so much. Thank you. ആ ചാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കണേ. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. Is it okay not to train an adult lady with autism for masturbation? Not to train ആണോ train ആണോ എന്നാണ്. Is it okay to train ആണോ? അല്ല, നോട്ട് ടു ട്രെയിൻ. ഒന്നും ചെയ്യാതെ ഇപ്പൊ നോർമലായിട്ട് പോകുന്നു. പക്ഷെ ഒരു ഹെൽത്തി സെക്ഷൽ ലൈഫ് അവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതോ നോർമലായിട്ട് വിട്ടാൽ അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് കുഴപ്പമില്ല. നമുക്കത് മുന്നോട്ട് പോകാനല്ല, ആ കാര്യങ്ങളിൽ പിന്നെ മാസ്റ്റർബേഷൻ ചെയ്യുമ്പോ അവര് തെറ്റ് പറഞ്ഞാലോ അത് നെഗറ്റീവിന് പറഞ്ഞാലോ അത് ഇഷ്യൂ ഉണ്ടാവും. അല്ലെങ്കിൽ പ്രശ്നമില്ല. അത് നോക്കാം. അത് കൂടി ഉണ്ട്. നമുക്കത് സെക്ഷൽ ഹിസ്റ്ററി എടുക്കുമ്പോ പാരന്റ്സ് ഇവിടെ ഓക്യുപേഷൻ തെറപ്പിസ്റ്റ് കൺസൾട്ട് ചെയ്യുമ്പോൾ അത് നമുക്കൊന്ന് ചോദിക്കുമ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കും. യെസ്. കൊഹീഷൻ സിൻഡ്രോം ഉള്ള ഒരു പെൺകുട്ടിക്ക് മാരേജ് ലൈഫിൽ കോഗ്നിഷൻ ആണോ ഉദ്ദേശിച്ചത്? കോഗ്നിഷൻ ആയിരുന്നു. കോഗ്നിഷൻ സിൻഡ്രോം കൊഹീഷൻ സിൻഡ്രോം ആണോ അതോ കോഗ്നിറ്റീവ് സിൻഡ്രോം ആണോ? മാരേജ് പോസിബിൾ ആണോ? കോഗ്നിഷൻ ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്ക് മാരേജ് സാധ്യമാണോ? അതല്ല ക്വസ്റ്റ്യൻ. പേഷ്യൻസ് ഓക്കെ. ഇത് മേ ബി ക്രോമോസോമൽ അല്ലെങ്കിൽ ജനറ്റിക് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരു ജനറ്റിക് അതിന്റെ ഒരു എക്സ്പേർട്ടിനെ നോക്കിയിട്ട് ജനറ്റിക് ടെസ്റ്റും അത് കൂടിയുള്ള കാര്യങ്ങളും നോക്കിയിട്ട് പിന്നെ ഓക്യുപേഷൻ തെറപ്പിസ്റ്റ് വരുമ്പോ ആ സെക്ഷൽ ഹിസ്റ്ററിയും പിന്നെ ഇവാലുവേഷൻസ് ആക്ടിവിറ്റി അനാലിസിസ് വരുമ്പോ ഏതൊക്കെയോ പ്രശ്നത്തിന് നമുക്കത് മുന്നോട്ട് പോകാൻ സാധ്യമുണ്ട്. ഇഫ് ഇറ്റ് ഇസ് ഹൗ ദ സെക്ഷൽ പാർട്ട് ഇസ് ആക്ടിങ്, പിന്നെ പെനിസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതെങ്കിലും ഇഷ്യൂ ഉണ്ടോ, ന്യൂറോ മസ്കുലർ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ന്യൂറോളജിസ്റ്റ് നോക്കണം. അത് പിന്നെ ഒരു ടീം അപ്രോച്ച് ആയിട്ടുള്ളത് ഓക്യുപേഷൻ തെറപ്പിസ്റ്റ് പറഞ്ഞു തരും അടുത്തടുത്ത് ആരെ നോക്കണം എന്ന്. ഇത് ഓക്യുപേഷൻ തെറപ്പിസ്റ്റ് മാത്രം നോക്കുന്നുള്ള കാര്യമല്ല. മൈ സ്ലൈഡ്സ് ഓൾ സെയിങ് ഇറ്റ് ഇസ് നോട്ട് ഓൺലി ഓക്യുപേഷൻ തെറപ്പിസ്റ്റ് സെയിങ്, എല്ലാവരും ഒരു ടീം അപ്രോച്ച് ആണ് ഇതെല്ലാം ചെയ്യുന്നത്. നമുക്ക് സെക്ഷൽ ആക്ടിവിറ്റി എങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, അവരുടെ ഏജ് കാര്യങ്ങളും സൈക്കോ സെക്ഷൽ സ്റ്റേജസിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അവരുടെ ഡിസബിലിറ്റി അനുസരിച്ച് അതൊരു ലിമിറ്റോടി കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് കുറച്ച് ഒരു ജനറ്റിക് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കതൊരു വളരെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് നോക്കണം. ഓക്കെ ആണോ? ചാറ്റ് ബോക്സിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഐഡി ഉള്ള ഒരു ആളിന് കല്യാണം കഴിക്കുമ്പോൾ ഐഡി ഉള്ള ഒരു കല്യാണം കഴിക്കുന്നതാണോ അതോ ഒരു നോർമൽ പേഴ്സണിനെ കല്യാണം കഴിക്കുന്നതാണോ നല്ലത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ സോഷ്യൽ വർക്കർ ഉണ്ട്, നമുക്കൊന്ന് ചോദിക്കാം. നമുക്ക് രജിത മാഡം ഉണ്ട്. അപ്പൊ എന്റെ ഭാഗത്താണ്, അതുകൊണ്ട് പ്രശ്നമില്ല. അത് എങ്ങനെ മുന്നോട്ട് പോകുന്ന ഐ ഡി ഉള്ള ആൾക്കാര് നോർമലായിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിലാക്കി തന്മ ഒന്ന് കൂടും അല്ലെ. ഒരാള് കുറച്ച് ഇന്റലിജൻസ് കമ്മിയാകുമ്പോൾ ഇന്നൊരാളിന്റെ സെക്ഷൽ ആക്ടിവിറ്റിയും അതർ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് ഒന്ന് നന്നായിട്ട് പോകും. അതുകൊണ്ട് പ്രശ്നമില്ല. അത് പിന്നെ നമുക്ക് ഒരു മൾട്ടി അപ്രോച്ചിനോടി നമുക്ക് ഇന്നൊരു ആക്ടിവിറ്റി നമുക്കൊരു മാഡം ഒന്ന് പറയാം. സോഷ്യൽ ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യൻ സാറ് പറഞ്ഞ പോലെ തന്നെ ആളുടെ ഇന്റലക്ച്വൽ ആസ്പെക്ട്സ്, ബാക്കി കാര്യങ്ങൾ, ആളുടെ ഡെയിലി ആക്ടിവിറ്റീസ്, ലൈഫ് സ്കിൽസ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് തീരുമാനം എടുക്കാൻ പറ്റൂ. നോർമൽ വേണോ, ആളുടെ സെയിം ഇഷ്യൂ ഉള്ള ആള് വേണോ എന്നൊക്കെ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അതിനൊക്കെ ഒരു അസസ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു കാര്യത്തിലോട്ട് ഡിസിഷൻ എടുക്കാവും.
ഇതിനോട് ഞാനൊരു അഡീഷണൽ ആയിട്ട് പോയിന്റ് പറഞ്ഞല്ലോ, ഒരു ഐഡിയ ഉള്ളവരെ കുറച്ച് നോർമൽ ആയിട്ടുള്ള ആൾക്കാരെ കല്യാണം കഴിക്കുമ്പോ പിന്നെ കുറച്ച് ഇവർ മനസ്സിലാക്കും, അവർക്ക് കുറച്ച് മനസ്സിലാക്കും. അപ്പൊ അതൊരു കുറച്ച് നന്നായിട്ട് ഒരു ഗൈഡൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഇതിനെ കുറിച്ച് സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും ഒരു ടീം അപ്രോച്ച് പോയാലോ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ഒരു ആൻസർ കിട്ടും. ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ ഒരു ഡീറ്റെയിൽ ഹിസ്റ്ററി വരുമ്പോൾ എന്തൊക്കെയോ പ്രശ്നം കൗൺസിലിംഗ് ചെയ്യാറുണ്ടോ ആ കാര്യങ്ങളും നമുക്ക് ഒന്ന് മനസ്സിലാക്കി തരേണ്ടതായിരിക്കും. താങ്ക് യു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ചാറ്റ് ബോക്സിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇമ്പൾസ് കൺട്രോള് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ആങ്കർ പോലെയുള്ള ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ ഒരു ഒക്യുപേഷണൽ തെറപ്പിസ്റ്റിനെ കാണേണ്ട ആവശ്യമുണ്ടോ? ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പൾസ് കൺട്രോൾ അതിന് പറയുന്നത് ഫ്രസ്ട്രേഷൻ എന്നുള്ളതാണ്. ഒരു ഡിസബിലിറ്റി കൊണ്ട് അവർക്ക് സെക്ഷുവൽ ആക്റ്റീവ് ഇല്ല, അവരുടെ പാർട്ട്ണറും പാർട്ട്ണറും നല്ലൊരു നോർമൽ പാർട്ട്ണറും ഡിസബിലിറ്റി വ്യക്തിയും അവർ ചെയ്യും തമ്മിൽ സെക്ഷുവൽ ആക്ടിവിറ്റി കൊണ്ട് പോകുമ്പോൾ ഇവർക്കൊരു ഇമ്പൾസ് കൺട്രോൾ ഉണ്ടാവും. ഐ എം നോട്ട് ഏബിൾ ടു സാറ്റിസ്ഫൈ മൈ പാർട്ട്ണറിന് അതിലൊരു ദേഷ്യം ഉണ്ടാകും, ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അപ്പൊ അതിനകത്ത് വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത്, ഡീറ്റെയിൽ അസസ്മെന്റ് എടുത്തിട്ട് സൈക്കോളജിസ്റ്റോടി നമുക്ക് അവരെ ഒന്ന് അയക്കണം. അവരുടെ ഒരു മാനസികമായിട്ടുള്ള കൗൺസിലിങ്ങും ഒരു സെക്സ് എഡ്യൂക്കേഷനോടി ഇത് സ്റ്റേജിന് ഒരു മനസ്സിലാക്കി കൊടുക്കണം. അത് ഓക്യുപേഷൻ തെറപ്പിസ്റ്റ് വേലിന്റെ പ്രത്യേകമുണ്ട്. പിന്നെ അവർക്ക് സൈക്കോളജിസ്റ്റ് വേണമെങ്കിൽ സൈക്കോളജിസ്റ്റ് പോയിട്ട് 2 to 3 സെഷൻസ് പോയിട്ട് പിന്നെ ഓക്യുപേഷണൽ തെറപ്പിനോടി വരണം. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഒരു നോർമൽ ആക്ടിവിറ്റീന് ഇമ്പൾസ് കൺട്രോളിൽ കുറയ്ക്കാനുള്ള ഡൈവേർഷണൽ ആക്ടിവിറ്റീസ് നമുക്ക് നിറയുണ്ട്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് ആക്ടിവിറ്റീസും പിന്നെ ഡെയിലി ലിവിങ് സ്കില്ല് ഒരു മോട്ടിവേഷൻ ആക്ടിവിറ്റീസ് ആ കാര്യങ്ങളും നമുക്ക് ഇതൊന്നും കൂടി ചെയ്യാനുള്ള കാര്യമുണ്ട്. ചാറ്റ് ബോക്സിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് അബൌട്ട് സ്പൈനൽ കോഡ് ഇഞ്ചുറി കേസസ്, ഇസ് ദർ എനി ചാൻസ് ടു ഗെറ്റ് പ്രഗ്നന്റ് എന്നാണ്. Spinal cord injury chance to get pregnant, it depends upon the sexual activity. അവരുടെ സ്റ്റേജസ് എന്തൊക്കെയാണ് പോകുന്നു, either male or female in the excitement സ്റ്റേജും പിന്നെ orgasm stage. If they attend the orgasm stage, എക്സൈറ്റ്മെന്റും പ്ലാറ്റ്യൂസ് അല്ല ആൾക്കാർ പ്ലാറ്റ്യൂ സ്റ്റേജിൽ സ്റ്റക്കായി നിൽക്കും, ന്യൂറോ മസ്കുലർ ടെൻഷൻക്ക് എത്താനുള്ള സാധ്യത ഉണ്ടായിരിക്കും, സിവിയാരിറ്റി പൊറത്തും ഉണ്ടായിരിക്കും. അപ്പൊ അത് ഏത് ലെവലിലായിരിക്കുമെന്ന് പാരാപ്ലീജിയ സ്റ്റേജ് ഉണ്ട്, നമുക്ക് ഹെമിപ്ലീജിയ സ്റ്റേജ് ഉണ്ട്, ഒരു ഡിസ്ക് ഇഷ്യൂസ് ഉണ്ട്. അതിനനുസരിച്ച് ആ കാര്യങ്ങളിൽ പ്രശ്നം ഉണ്ടാകും. ഇത് കൂടെ നമുക്ക് ന്യൂറോളജിസ്റ്റ് ഒപ്പീനിയനും പിന്നെ ഓക്യുപേഷൻ തെറപ്പിസ്റ്റ് ഫിസിയോതെറപ്പിസ്റ്റ് ഒപ്പീനിയനും എടുക്കേണ്ടിയിരിക്കും. ഫിസിയോതെറപ്പിസ്റ്റ് ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് ആഡ് ഓൺ ചെയ്തോട്ടെ. സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉള്ള പേഷ്യൻസിന് നമ്മൾ ആദ്യം നോക്കുന്നത് അവരുടെ ലെവൽ ഓഫ് ഇഞ്ചുറിയാണ്. അവർക്ക് ചിലപ്പോൾ സെർവൈക്കൽ ലെവലിൽ ഇഞ്ചുറി വരാം, അല്ലെങ്കിൽ ലെംബാർ ലെവൽ കുറച്ചുകൂടെ താഴെ ലെവലിൽ ഇഞ്ചുറി വരാം. അപ്പൊ അവരുടെ കോംപ്ലിക്കേഷൻസ് എപ്പോഴും ഈ ലെവൽ ഓഫ് ഇഞ്ചുറി, ഏത് ലെവലിലാണ് ഇഞ്ചുറി എന്നുള്ളതിനെ ബന്ധിപ്പിച്ചിട്ടാണ് അവരുടെ പ്രോബ്ലംസ് മിക്കവാറും ഒരു മെഡിക്കൽ പ്രൊഫഷണൽസ് നമ്മൾ അത് ഡയഗ്നോസ് ചെയ്യുന്നതും അവരുടെ പ്രോബ്ലംസ് പറയുന്നതും. അപ്പം പ്രഗ്നന്റ് ആകുന്നതിൽ വലിയ പ്രോബ്ലം ഇല്ല, പക്ഷെ വളരെയധികം മെഡിക്കൽ അസിസ്റ്റൻസ് ആവശ്യമുള്ള ഒരു കണ്ടീഷനാണ്. കാരണം ഇവരുടെ കോംപ്ലിക്കേഷൻസ് ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. കാരണം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരാം, അതുപോലെ കത്തീറ്റർ കാണും, അതുപോലെ അവർക്ക് സെക്ഷൽ ആക്ടിവിറ്റീസിൽ കുറച്ച് പ്രോബ്ലംസ് കാണും. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ടെക്നോളജീസ് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് അത് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ഒരാൾ പ്രഗ്നന്റ് ആവുകയും അതിനനുസരിച്ച് ഡെലിവറിയുടെ സമയത്താണെങ്കിലും സിസേറിയൻ അതുപോലെയുള്ള സർജറി വഴി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴികൾ വഴി പ്രഗ്നന്റ് ആയിട്ട് ഡെലിവറി പോസിബിൾ ആണ്.
പക്ഷെ അതിനു മുമ്പ് സാറ് പറഞ്ഞതുപോലെ വളരെയധികം ഒരു മൾട്ടി ഡിസിപ്ലിനറി അസസ്മെന്റ് വളരെ കാര്യമായിട്ട് നടത്തേണ്ടതുണ്ട്. എന്തൊക്കെയാണ് പ്രോബ്ലംസ്, അപ്പൊ ഏതൊക്കെ ഏരിയയിലാണ് സപ്പോർട്ട് വേണ്ടതെന്ന് നോക്കിയിട്ട് ആകാൻ ചാൻസ് ഉള്ളതാണ്. പക്ഷെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമിന്റെ കറക്റ്റ് ആയിട്ടുള്ള അസസ്മെന്റും സപ്പോർട്ടും അവിടെ ആവശ്യമാണ്. എല്ലാം ക്ലിയർ ആയിരുന്നു? ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചോട്ടെ. ആൺകുട്ടികളിലെ സ്വപ്നസ്ഖലനം എന്നുള്ള ഒരു പ്രോസസ്സ് ഇടയ്ക്ക് കാണാറുണ്ട്. പെൺകുട്ടികളിൽ അങ്ങനെ ഒരു ഇത് നടക്കുമോ എന്ന് അറിയാനായിരുന്നു. ഡ്രീമിലുണ്ടാകുന്ന അതെ 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 അതല്ലേ ഉദ്ദേശിച്ചത്? അതെ അതെ. ഉറക്കത്തിനിടയിൽ ഉണ്ടാകുന്നതാണ് അതല്ലേ ഉദ്ദേശിച്ചത്? അതെ അതെ. അത് നോർമൽ ആണ്. പിന്നെ നമുക്കത് നൈറ്റ് വോയിഡിംഗ് എന്ന് പറയും. നൈറ്റ് വോയിഡിംഗ് നമുക്കൊരു ഡ്രീംസിൽ എത്തുമ്പോൾ ഒരു മോർണിംഗ് ഏർലി മോർണിംഗ് എറക്ഷൻ ഉണ്ടായിരിക്കും. ഒരു പല സർട്ടൻ ക്ലൈമറ്റുകളിൽ നമുക്ക് ആ ടൈം ആർഗസം ഉണ്ടായിരിക്കും. അത് കുഴപ്പമില്ല, അത് നോർമൽ ആക്ടിവിറ്റിയാണ്, നോർമൽ ഫിസിയോളജിക്കൽ റെസ്പോൺസ് ആണ്. അല്ലാതെ പെൺകുട്ടികളിൽ ഉണ്ടാവാറുണ്ടോ? പെൺകുട്ടികൾക്ക് ഉണ്ടാകാറുണ്ട്. പിന്നെ അവർക്ക് വൈറ്റ്നസ് ഡിസ്ചാർജും ആ കാര്യങ്ങളുണ്ട്, ലൂബ്രിക്കേഷൻസ് ഉണ്ടാവും. അവർ പ്രിപ്പറേഷൻ ഉണ്ടാവില്ല, സെക്ഷൽ പ്രിപ്പറേഷൻ ചെയ്യാറുണ്ട് ഉണ്ടാവല്ലോ. പിന്നെ ക്ലൈറ്റോറിയസ് അവർ എന്ത് മാസ്റ്റർബേഷൻ പെൺകുട്ടികൾ ചെയ്യുന്നത് ക്ലൈറ്റോറിയസ് കുറച്ച് സെൽഫ് സ്റ്റിമുലേഷൻ ചെയ്യും. അപ്പൊ സെൽഫ് സ്റ്റിമുലേഷൻ ചെയ്യുമ്പോൾ അവർക്ക് സെക്രീഷൻസ് ഉണ്ടാകും, വൈറ്റ്നസ് ഡിസ്ചാർജ് ഉണ്ടായിരിക്കും, ഉണ്ടാവല്ലോ, നോർമൽ ആണ്. ഞാൻ കേട്ടിട്ടുണ്ട് അസ്ഥിയുരുക്കം ആണത് എന്നുള്ള രീതിയിൽ. അപ്പം അത് അസ്ഥിയുരുക്കമാണോ സത്യത്തിൽ? അത് എന്താണ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ? അത് അസ്ഥിയുരുക്കമാണോ? ആ ഒരു വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നില്ലേ, അത് അസ്ഥിയുരുക്കമാണോ? അത് ഇങ്ങനത്തെ ഒരു ഇതും രണ്ടും അതിൽ പോസിബിൾ ആണോ? ആക്ച്വലി ഇത് വൈറ്റ് ഡിസ്ചാർജ് അത് നിറയെ അധികമായിട്ട് വന്നാലോ നമുക്കൊരു ഗൈനക്കോളജിസ്റ്റ് നോക്കണം. ഇനീഷ്യൽ ആയിട്ട് എക്സൈറ്റ്മെന്റ് സ്റ്റേജിൽ നമ്മൾ പറയുമ്പോൾ ഒരു ക്ലൈറ്റോറിയസിലെ ലൂബ്രിക്കേഷൻസും ഒരു മോയിസ്റ്റും ഉണ്ടാകും. ആ മോയിസ്റ്റ് തന്നെ ഒരു നോർമൽ സെക്ഷൽ ആക്ടിവിറ്റിന് ഫിസിയോളജിക്കൽ റെസ്പോൺസ്. പിന്നെ എക്സ്ട്രാ വൈറ്റ് ഡിസ്ചാർജും നോർമൽ ആയിട്ടുള്ള ടൈമിൽ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ കണ്ടിപ്പായിട്ട് ആ വ്യക്തി ഗൈനക്കോളജിസ്റ്റ് ഒന്ന് നോക്കണം. ഇനി കൊല്ലം YWCAയിൽ നിന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. കൊല്ലം YWCA. ക്വസ്റ്റ്യൻസ് ഉണ്ടോ? സാറേ, ഈ സ്പെഷ്യൽ സ്കൂളുകളിൽ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാസ്റ്റർബേഷന്റെ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടിരുന്നു. അപ്പൊ അത് ശരിക്കും ഉള്ളതാണോ? അങ്ങനെയാണെങ്കിൽ തന്നെ ഏത് പ്രായത്തിലായിരിക്കും അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത്? ഞാൻ ഒരു ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് ഒരു സ്ഥലത്ത് പോയപ്പോഴാണ് അവിടെ നിന്ന് ഇങ്ങനെ കേട്ടത്. അപ്പൊ അത് ശരിക്കും ഉള്ളതാണോ എന്ന് അറിയാനൊരു സ്പെഷ്യൽ സ്കൂളിൽ മാസ്റ്റർബേഷനെ പറ്റിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നു. If it is, that's a good question. If it is need under an occupational therapist consultations, our age അനുസരിച്ച് പിന്നെ confidentiality, comfortness, parents ഓടി പിന്നെ സ്പെഷ്യൽ സ്കൂൾസിന് വരുമ്പോൾ അവരുടെ മൾട്ടി ഡിസിപ്ലിനറി ടീം ഉണ്ടായിരിക്കും. ആ ടീമിന്റെ അസസ്മെന്റ് കൂടി നമുക്കത് ചെയ്യാൻ സാധ്യമുണ്ട്. അവർ പിന്നെ പബ്ലിക് പ്ലേസിലല്ല അവർ മാസ്റ്റർബേഷൻ ചെയ്യുന്നത്. ആ ആൾക്കാരെ നമുക്ക് ഐഡന്റിഫിക്കേഷൻ ചെയ്ത് പ്രൈവറ്റ് പ്ലേസിൽ ക്ലോസ്ഡ് ഏരിയയില് മാസ്റ്റർബേഷൻ ചെയ്യണം എന്ന് അവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കാനുണ്ട്. ഈ ട്രെയിനിങ് നടക്കുന്നുണ്ടോ എന്നൊരു സംശയം ചോദിച്ചിരുന്നു അല്ലേ? പക്ഷെ ആ ട്രെയിനിങ്ങിനെ പറ്റി ഞങ്ങൾക്ക് അധികം ഡീറ്റെയിൽസ് ഇപ്പം ലഭ്യമല്ല. പക്ഷെ അങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നത് നല്ല കാര്യമാണ് എന്നാണ് സാർ പറഞ്ഞത്.
സർ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. എന്റെ അടുത്ത് വന്ന ഒരു പേഷ്യന്റിന്റെ കാര്യമാണ്. ആ പേഷ്യന്റ് ആക്ച്വലി സെക്ഷുവൽ ഡിസയർ നന്നായിട്ടുണ്ട്, പക്ഷേ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിന് അത് സെക്ഷുവൽ ആക്ടിവിറ്റിക്ക് കോപ്പറേറ്റ് ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് മടി കാണിക്കുന്നു. അപ്പം ഈ പാർട്ട്ണറെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് സെക്ഷുവൽ ആക്ടിവിറ്റിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്ന് ഒന്ന് പറഞ്ഞു തരാമോ? നല്ല ഗുഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഡിസബിലിറ്റിയിലുള്ള വ്യക്തിക്ക് സെക്ഷുവൽ ആഗ്രഹം ഒരു ലിബിഡോ ഉണ്ട്. അതിന്റെ പാർട്ട്നേഴ്സ്ക്ക് അതിനെ കുറിച്ച് ഒരു അട്രാക്ഷനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ, സെക്ഷുവൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇരിക്കും. അപ്പൊ ഈ സമയത്ത് നമുക്ക് എന്താ ചെയ്യണം? ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം അപ്രോച്ച് ഉണ്ടാക്കണം. വളരെ എല്ലാ അസസ്മെന്റും നമുക്ക് എടുത്തു കഴിഞ്ഞ് ആ റിപ്പോർട്ടിനോട് കൂടി നമുക്ക് ഒരു സൈക്കോളജിസ്റ്റ്, മാനസിക പ്രശ്നമുള്ള സൈക്കോളജിസ്റ്റ് നോക്കണം. ഒരു ഫാമിലി കൗൺസിലിംഗ് പോലെ നമുക്ക് കൊടുത്താലോ, അപ്പൊ സൈക്കോ സെക്ഷുവൽ എഡ്യൂക്കേഷൻസ് നമുക്ക് ഈ സ്റ്റേജസ് എല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്ത് അവർക്ക് ഒരു പ്രത്യേകമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കണം. പ്ലാനും പിന്നെ ഇംപ്ലിമെന്റേഷൻ ഉണ്ടാക്കിയാലോ ആ കാര്യം കൊണ്ട് നമുക്ക് നല്ലൊരു. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? കൊല്ലം YWCA എന്നൊരു ഹാൻഡ് റൈസ് ചെയ്തിരുന്നു, അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇനി സർ നേരത്തെ സാറിന്റെ പ്രസന്റേഷനിൽ പറഞ്ഞിരുന്നു ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം അല്ലെങ്കിൽ സെൻസസ് ശരിയായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ അത് സെക്ഷുവൽ ആക്ടിവിറ്റിയെ ബാധിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സെൻസുവാലിറ്റി പ്രോബ്ലംസ് നമുക്കത് വീട്ടില് എന്തൊക്കെ ചെയ്യാമെന്നോ, കെയർ ടേക്കറിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഒരു ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ സഹായത്തോടെ ചെയ്യാൻ സാധിക്കുമോ? ഡെഫിനറ്റ്ലി നമുക്കിത് സെൻസറി ഇഷ്യൂസ് ഉള്ളവർക്ക് സെൻസറി റീ എഡ്യൂക്കേഷൻസ് പ്രോഗ്രാമും പിന്നെ സെൻസറി ഇന്റഗ്രേഷൻസ് പ്രോഗ്രാമാണ് പ്രത്യേകമായിട്ട് ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ പ്രിൻസിപ്പിൾസും പ്രാക്ടീസും ഉണ്ട്. അതിന് ഏത് സെൻസസും ടാക്ടൈലോ അല്ലെങ്കിൽ ഏത് എഫക്റ്റ് ആയതുണ്ടോ ആ കാര്യങ്ങൾ അനുസരിച്ച് ഒരു സെൻസറി പ്രൊഫൈലോടി കൂടി ഏത് പ്രശ്നം ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് അതുകൊണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യമുണ്ട്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ സെഷൻ കൈകാര്യം ചെയ്ത ഡോക്ടർ വിനീത് ഡാനി ജോസിനോടും എല്ലാ പാനൽ മെമ്പേഴ്സിനോടും നന്ദി അറിയിക്കുന്നു. അടുത്ത നിഡാ സെഷൻ സെപ്റ്റംബർ 10 തീയതി അസിസ്റ്റീവ് ടെക്നോളജി ആൻഡ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി. അപ്പം ഭിന്നശേഷിയുള്ള ആൾക്കാർക്കുള്ള സഹായ സാങ്കേതിക വിദ്യയെ കുറിച്ചിട്ടാണ് അടുത്ത സെഷൻ സെപ്റ്റംബർ 10 തീയതി കണ്ടക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ മീറ്റിംഗിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനുമായി